പവിത്ര പാർത്തന്റെ പെണ്ണ് അവസാന ഭാഗം. തന്റെ മരണമായിരിക്കും ഈ വീട്ടിൽ സംഭവിക്കുക. അതും എൻ്റെ പേരിൽ ചാർത്തപ്പെടും. സർ, ഞാൻ ദയനീയമായി വിളിച്ചു. സാറും ചിരിച്ചു. ഇയാൾ പേടിക്കണ്ടോ പവി, കൊല്ലാനും തന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അങ്ങനെ ബലിയാടാക്കാനല്ല തന്നെ ഞാനിവിടെ കൊണ്ടുവന്ന്. എൻ്റെ ലക്ഷ്യത്തിലേക്കുള്ളൊരു വഴി, അത് മാത്രമാ താൻ. ആളങ്ങനെ നിസ്സാരമായി പറഞ്ഞെങ്കിലും എൻ്റെ തലയ്ക്ക് ചൂട് പിടിച്ചു. ദേഹം മൊത്തം വിറയിൽ ബാധിച്ചു തുടങ്ങി. പരിഭ്രമിക്കണ്ട, തനിക്കൊന്നും സംഭവിക്കില്ലടോ. തനിക്കെൻ്റെ ആമിയുടെ ചായയുണ്ട്. ആദ്യം കണ്ടപ്പോൾ ഇയാളെൻ്റെ ആമി തന്നെയാണെന്ന് വരെ ഞാൻ സംശയിച്ചു പോയി. തന്നെ പോലൊരു പാവായിരുന്നടോ അവള്, വേറൊരു തൊട്ടാവാടി പെണ്ണ്. സാർ എന്നെ നോക്കി ചിരിക്കാൻ ശ്രമിക്കുമ്പോഴും ഉള്ളിൽ കരയുകയായിരുന്നു എനിക്ക് തോന്നി. അപ്പം അമ്മയോ? അമ്മയ്ക്ക് എന്തിനാ സാറിനോട് ഇത്ര ദേഷ്യം? പെട്ടെന്നായിരുന്നു എനിക്ക് ആ സംശയം മുളകൂട്ടിയത്. മറുപടി എന്തോ പറയാൻ തുടങ്ങുമ്പോഴേക്കും താഴെ നിന്ന് ആരുടെയോ കരച്ചിൽ കേട്ടു. സുഗന്ധി ചേച്ചിയുടെ കരച്ചിലാണല്ലോ. അതും പറഞ്ഞ ആള് താഴേക്ക് കുതിച്ചു. കാര്യം എന്താണെന്നറിയാം. ഞാനും സാറിന് പിന്നാലെ ഇറങ്ങി. സാറിൻ്റെ കൂടെ ഒന്ന് വരൂ. എൻ്റെ കുട്ടിക്ക് തീരെ വയ്യ, കണ്ടിട്ട് സഹിക്കാൻ പറ്റണില്ല. എങ്ങനെയും കൊണ്ടുപോകാൻ എനിക്ക് ആരും ഇല്ലാത്തോണ്ടാ. സാരിത്തുമ്പ് കൂട്ടിപ്പിടിച്ച് വായ്പൊത്തി അവർ കരച്ചിലിനെ തടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വരാം, ചേച്ചി നടന്നോളൂ. അവരെ സമാധാനിപ്പിച്ച് കാറിന്റെ കീ എടുക്കാൻ അയാൾ മുകളിലേക്ക് പോയത്. ചുറ്റും കൂടി അവിടെ എരിഞ്ഞ കണ്ണുകൾ എൻ്റെ മുഖത്തേക്ക് മാത്രമായി. മാറി മാറി എല്ലാവർക്കും ഒരു ചിരി നൽകിയെങ്കിലും എല്ലാവരുടെയും ചുടികളിൽ വിരിഞ്ഞത് തന്നോടുള്ള പുച്ഛം മാത്രമായിരുന്നു. ഏട്ടാ എന്ന് എല്ലാവരും കേൾക്കുമാർ ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഞാനും ആളുടെ പിറകെ കയറിപ്പോയി. ഞാനും പോന്നോട്ടെ സാറിൻ്റെ കൂടെ? ഞാൻ പരിങ്ങളോട് ചോദിച്ചു. ഒറ്റ കേൾക്കാൻ പേടിയായി തുടങ്ങിയല്ലേ? ചിരിച്ചോണ്ട് എന്നെ തലചരിച്ച് നോക്കി. അല്ല, എനിക്കൊന്ന് കാണാനാ കുട്ടീനെ. എന്നയാളും പോര്. സമ്മതം കിട്ടിയതും ഉത്സാഹത്തോടെ കണ്ണാടിക്കുമ്പോൾ ചെന്ന് നിന്ന് സാരിയുടെ മുന്താണിക്ക് നേരെയാക്കി. നെറുകയിലെ സിന്ദൂരം മാഞ്ഞു തുടങ്ങിയിരുന്നു. ചെപ്പിൽ നിന്നൊരു നുള്ളു സിന്ദൂരം എടുത്ത് നെറുകയിൽ ഭംഗിയിൽ വരച്ചു. പോവാം, സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കട്ടിലിൽ ചാരിന്ന് എന്നെ തന്നെ നോക്കുന്നുണ്ടായിരുന്ന ആള് ചുണ്ടിൽ നേർത്തൊരു പുൻസിരിയുമായി. വൈശാലി മോളെ കണ്ണുറക്ക്. സാർ അവിടെ കവിളിൽ പതിയെ തട്ടി വിളിച്ചു. ഞാൻ അവിടെ വാടിയ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ഇരുനിറത്തിൽ വട്ടത്തിലുള്ള ഒരു കുഞ്ഞു മുഖം. അവളുടെ സഹനത്തിന്റെ പാടുകളായിരിക്കണം കറുത്ത നിറത്തിൽ കണ്ണിന് ചുറ്റുമായി കാണുന്നത്. എനിക്ക് എൻ്റെ അമ്മൂനെ ഓർമ്മ വന്നു. പാവം കുട്ടി. മുഖത്ത് വെള്ളം തട്ടിയപ്പോൾ വൈശാലി കണ്ണു തുറന്നു. അവ്യക്തമായി എന്തൊക്കെയോ അവിടെ ചുണ്ടുകൾ മൊഴിയുന്നുണ്ടായിരുന്നു. അമ്മയുടെ മടിയിൽ തലചായ്ച്ച് കിടന്ന് നിർവികാരതയോട് അവൾ ഞങ്ങളെ നോക്കി. ഞാൻ അടുത്തിരുന്ന് അവളുടെ മുടിമേൽ മൃദുലമായി തലോടിക്കൊണ്ടിരുന്നു. ഈ കണ്ട കൊല്ലായിട്ട് ഒരു പനി പോലും എൻ്റെ കുട്ടിക്ക് വന്നിട്ടില്ല. എങ്ങനെ ഓടിച്ചാടി നടന്നുകൊണ്ടിരുന്ന കുട്ടിയാ ഇപ്പൊ കിടക്കണ കിടപ്പ് കണ്ടില്ലേ? എന്തെന്റെ മോൾക്ക് പറ്റിയെന്നൊക്കെ അറിയണില്ലല്ലോ സാറേ. പദം പറഞ്ഞ് സുഗന്ധി ചേച്ചി കരഞ്ഞുകൊണ്ടിരുന്നു. അവരെന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണം എന്നറിയാൻ ഞാൻ സാറിനെ നോക്കി. അവളും എന്തോ വലിയ ആലോചനയിലായിരുന്നു. മോളെ ഞാൻ വിളിച്ചു. അവൾ എന്നെ കണ്ണിമ വെട്ടാതെ നോക്കി കിടക്കുമായിരുന്നു. പെട്ടെന്ന് അവൾ ചാടി എണീറ്റു. അപ്പോഴും ആ ദൃഷ്ടികൾ എൻ്റെ മുഖത്ത് മാത്രമായിരുന്നു. എന്നെ അറിയോ? ഞാൻ ചോദിച്ചെങ്കിലും വീണ്ടും ആ നോട്ടം തന്നെയായിരുന്നു മറുപടി. പതിയെ അവൾ എന്നെ നോക്കിയതും ചെറുങ്ങനെ ചിരിച്ചു. ഒരു വേള ആ കണ്ണുകൾ സന്തോഷത്താൽ വിടരുകയും പിന്നെ പകപ്പോടെ അവൾ പിന്നോട്ട് മാറി അമ്മയുടെ മാറിൽ മുഖം പൂഴ്ത്തുകയും ചെയ്തു. മോളെ ചേച്ചിയാ, സാറ് കല്യാണം കഴിച്ചുകൊണ്ട് വന്ന ചേച്ചി. സുഗന്ധി ചേച്ചി അവൾക്ക് പറഞ്ഞു കൊടുത്തെങ്കിലും അതൊന്നും ശ്രദ്ധിക്കാതെ അവൾ എന്നെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു. ആമി ചേച്ചി, ആമി ചേച്ചി ഉറക്കെ വിളിച്ചുകൊണ്ട് അവൾ എനിക്ക് നേരെ വിരൽ ചൂണ്ടി. സുഗന്ധി ചേച്ചിയുടെ മുഖം പെട്ടെന്ന് വിളർന്നു. നോട്ടം സാറിലേക്ക് നീങ്ങുന്നത് ഞാൻ കണ്ടു. അല്ല മോളെ, ഇതാ ചേച്ചിയല്ല, വേറെ ചേച്ചിയാ, അവരവളോട് പറഞ്ഞുകൊണ്ടിരുന്നു. ചിലപ്പോഴൊക്കെ ആ പേര് പറയുന്ന കേൾക്കാ ഇവള്. ഒരീസം കൊണ്ട് തന്നെ വലിയ കുട്ടിയായതാ രണ്ടാളും. അവരെന്നെ നോക്കി പറഞ്ഞു. നമുക്ക് മോള് നല്ലൊരു ഡോക്ടറെ തന്നെ കാണിക്കാം, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഇറങ്ങാൻ നേരം സാറ് പറഞ്ഞ് അവർക്ക് വലിയ ആശ്വാസമായിരുന്നു. സാറിന് പ്രത്യേകിച്ച് എന്തെങ്കിലും തോന്നിയോ ആ കുട്ടിയുടെ പെരുമാറ്റത്തിൽ? വരുന്ന വഴി ഞാൻ ചോദിച്ചു. മനസ്സിന്റെ താളം തെറ്റിയ അങ്ങനെ തന്നെ ഇല്ലടോ. ഇന്നലെ തന്നെ ഞാനത് അറിഞ്ഞല്ലേ. പക്ഷെ ഇത് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ആമിയുടെ മരണവും വൈശാലിയുടെ അസുഖം തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയണം. ഞാൻ പറഞ്ഞു. സാറ് കാറ് സൈഡാക്കി നിർത്തി. താനെന്താ അങ്ങനെ പറയാൻ കാരണം? എന്നെ കണ്ടപ്പോൾ ആമിയാണെന്നാണ് വൈശാലി തെറ്റിദ്ധരിച്ച്. അതുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെയൊക്കെ പെരുമാറിയത്. ഒരീസത്തെ പരിചയം മാത്രമുള്ള ആമിയെ ഇപ്പോഴും ഓർത്തിരിക്കുക വൈശാലി. അത് ഈ ഒരു അവസ്ഥയിൽ എനിക്ക് തോന്നണില്ല. ആ കുട്ടിക്ക് ഇങ്ങനെ തുടങ്ങിയിട്ട് എത്ര നാളെയും സാറിന് അറിയോ? കൃത്യമായിട്ട് അറിയില്ല, കാരണം എൻ്റെ അവസ്ഥയെ മറിച്ചായിരുന്നില്ലല്ലോ. അതിനർത്ഥം ആമിയുടെ മരണശേഷമാണ് വൈശാലിക്കും വയ്യാണ്ടായത്, ശരിയല്ലേ? ഞാൻ ആളുടെ മുഖത്തേക്ക് നോക്കിയതും എന്നെ ശരിവെക്കും വിധം ആളും തലയനക്കി. നല്ലൊരു ഡോക്ടറെ കാണിച്ച് ചികിത്സ കൊടുത്താൽ വൈശാലിയുടെ അസുഖമൊക്കെ മാറും. പിന്നെ സാറിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരക്ക് അവൾ തന്നെ തരും, ഞാൻ പറഞ്ഞു. കുറച്ചു നേരം ചിന്തയോടെ ഇരുന്ന ശേഷം ആൾ എന്നെ തന്നെ നോക്കിയിരുന്നു. ഇതെന്താ സാറ് എന്നിങ്ങനെ നോക്കുന്നത്? ആദ്യമായിട്ട് കാണും പോലെ. എനിക്കിതിന് നാണം തോന്നാതിരുന്നില്ല.
വെറുമൊരു നാട്ടിൻപുറത്തുകാരിയുടെ ബുദ്ധിയല്ലല്ലോ തനിക്കുള്ളെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ ആൾ ചിരിച്ചു. ഒന്നുമില്ലെങ്കിൽ IAS ഒക്കെ സ്വപ്നം കണ്ട് നടന്നൊരു പെണ്ണല്ലേ സാറേ ഞാനും. ഇത്തിരി ബുദ്ധിയൊക്കെ കാണാണ്ടിരിക്കും. ഞാനും ചിരിച്ചു. പെട്ടെന്ന് ചിരി മാഞ്ഞു. ആ മുഖം വലിഞ്ഞു മുറുകുന്ന ഞാൻ കണ്ടു. എൻ്റെ ആമിയുടെ ജീവനെടുത്ത് ഏത് കറുത്ത കരങ്ങളാണെങ്കിലും അവൻ്റെ അന്ത്യം എൻ്റെ ഈ കൈകളുകൊണ്ടായിരിക്കും. ഒരു നിയമത്തിനും വിട്ടുകൊടുക്കാതെ അവനെ ഞാൻ പറഞ്ഞയച്ചിരിക്കും അങ്ങ് യമലോകത്തേക്ക്. വീറോടെ പറഞ്ഞുകൊണ്ട് ആക്സിലേറ്റർ അമർത്തി ചവിട്ടി. കാറ്റിനേക്കാളും വേഗത്തിൽ കാറ് മുന്നോട്ട് പാഞ്ഞപ്പോൾ ഞാൻ പേടിയോടെ സീറ്റിൽ അമർന്നിരുന്നു. സാറിനൊരു കോഫി വേണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അടുക്കളയിലേക്ക് ചെന്ന്. വൈശാലിക്ക് വയ്യാത്തോണ്ട് സുഗന്ധി ചേച്ചി ലീവായിരുന്നു. നീയുടെ സ്ഥിരമാക്കാൻ തന്നെ തീരുമാനിച്ചോ? ചോദ്യം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ രശ്മിയായിരുന്നു, സാറിൻ്റെ വല്യമ്മാവൻ്റെ മകൾ. ഞാനൊന്നും മിണ്ടാതെ എൻ്റെ ജോലി തുടർന്നു. നീ അത് കണ്ടോ, ആ സ്റ്റെയർ കേസ്? അതിലൂടെ താഴേക്ക് വീണിട്ടാ പാർത്തൻ്റെ ആദ്യ ഭാര്യ മരിച്ചത്. പാവം, ഒന്നിച്ചൊരു ജീവിതം സ്വപ്നം കണ്ടിട്ടൊന്നും നടന്നില്ല. അല്ലേലും പറഞ്ഞിട്ടെന്താ കാര്യം? എല്ലാം അറിഞ്ഞുകൊണ്ട് എടുത്താടിയതല്ലേ പാർത്തൻ്റെ ജീവിതത്തിലേക്ക്. അപ്പൊ പിന്നെ വന്നത് അനുഭവിക്കുക, അത്ര തന്നെ. ഞാൻ വലിയ താല്പര്യം കാണിക്കാത്ത മട്ടിൽ നിന്നതുകൊണ്ടാവാം സംസാരത്തിനിടക്ക് എന്നെ ഇടയ്ക്കിടെ ഒളികണ്ണിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടിയുടെ അനുഭവം നിനക്കും വരേണ്ടെന്ന് കരുതിയാ ഞാനീ പറയുന്നത്. ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് ഇന്നോട് പറയുന്നതായിട്ട് കരുതിയാൽ മതി. എത്രയും വേഗം ഇവിടുന്ന് പോകുന്നതാ പവിത്രയുടെ ജീവന് നല്ലത്. ആമി മരിച്ചല്ല, ആരെ കൊന്നതാണെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. ഉടനെ തന്നെ ഞാൻ ചോദിച്ചു. അതെ, പാർത്തന്റെ ജാതകദോഷം കൊണ്ടാ ആമിക്ക് മരണം സംഭവിച്ച്. അതൊരു കൊലപാതകത്തിന് തുല്യാണല്ലോ, അതാ പറഞ്ഞ്. രശ്മി വല്ലാതെ വിയർക്കുന്ന പോലെ എനിക്ക് തോന്നി. അതെ, പവിത്രക്കറിയോ, പാർത്തിന് അധികം നാൾ ഭാര്യ വാഴില്ല. അയാൾക്ക് ദാമ്പത്യ ജീവിത ഈ ജന്മം ശാശ്വതമല്ല. ഇത് ഞാൻ പറഞ്ഞല്ല, അവന്റെ ജാതകം നോക്കിയ ജ്യോത്സ്യം പറഞ്ഞതാ. വലിയൊരു സത്യം പറയും പോലെ കണ്ണുകൾ തുറിച്ച സഹതാപത്തോടെ അവൾ പതിയെ പറയുന്നത് കേട്ട് സത്യത്തിലേക്ക് ചിരിയാണ് വന്നത്. അത് പുറത്തു കാട്ടാൻ ഞാൻ കോഫി എടുത്ത് തിരിഞ്ഞു നടന്നു. വാതിൽ പടിയിലെത്തി ഞാനും തിരിഞ്ഞു. പിന്നെ രശ്മി നോക്കി എൻ്റെ അടുത്തേക്ക് ഒരു ആംഗ്യം കാണിച്ചു. അവൾ മുഖത്തൊരു ചിരിയൊക്കെ ഫിറ്റ് ചെയ്ത് എൻ്റെ അടുത്തേക്ക് വന്നു. അതെ, ചേച്ചി എനിക്ക് സ്വന്തം ചേച്ചിനെ പോലെ തന്നെയാണ്. അതുകൊണ്ട് പറയാം, ഒന്നുകിൽ മരണം അല്ലെങ്കിൽ പാർത്തേട്ടൻ്റെ കൂടെ ഒരു ജീവിതം. രണ്ടും തീർച്ചയാക്കിയിട്ട് തന്നെയാണ് ഞാനും വന്നേക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ജീവനോട് ടെൻഷൻ അടിക്കണ്ട കേട്ടോ. മരിക്കാനായാലും പാർത്തൻ്റെ പെണ്ണായിട്ട് മരിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതൊരു പുണ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അവളെ നോക്കി നന്നായി ചിരിച്ച് കാണിച്ച് ഞാൻ മുറിയിലേക്ക് നടന്നു. ഇടക്കൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ എന്നെ തന്നെ നോക്കി നിൽപ്പുണ്ടായിരുന്ന അവള്. എന്നെ പച്ചക്ക് തിന്നാനുള്ള ദേഷ്യം ഉണ്ടായിരുന്ന ആ മുഖത്ത്. ഡോക്ടർ വിഘ്നേഷിന്റെ മുറിക്ക് പുറത്ത് ഞങ്ങൾ ക്ഷമയോടെ കാത്തിരുന്നു. അകത്ത് ഡോക്ടർ വൈശാലിയെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞ് സിസ്റ്റർ വന്ന് ഞങ്ങൾ അകത്തേക്ക് വിളിച്ചു. മധ്യവയസ്കനായ ഒരാളായിരുന്നു ഡോക്ടർ വിഘ്നേഷ്. ഇരിക്കൂ, ഡോക്ടർ പറഞ്ഞു. ഞങ്ങളിരുന്നു. വൈശാലി ആ മുറിയിൽ നിന്ന് മറ്റെങ്ങോട്ടോ മാറ്റിയിരുന്നു. ഒരിക്കലും താങ്ങാൻ പറ്റാത്തൊരു കാഴ്ചക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരുമ്പോഴോ മനഃപൂർവ്വമല്ലാതെ താൻ കാരണം മറ്റൊരാളുടെ ജീവൻ അപകടത്തിലാവുകയോ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് സാധാരണയായി ഇത്തരത്തിൽ ഒരാൾ മാനസിക വിഭ്രാന്തി ഉണ്ടാവാറുള്ളത്. വൈശാലിയുടെ കാര്യത്തിലും അങ്ങനെ എന്തോന്ന് സംഭവിച്ചിട്ടുണ്ട്, ഡോക്ടർ പറഞ്ഞു. സാറിൻ്റെ മുഖത്തേക്ക് നോക്കി. എനിക്ക് തോന്നി അതേ സംശയമാണ് ഡോക്ടറും പറഞ്ഞത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായതായിട്ട് നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ? ഡോക്ടർ ഞങ്ങൾ മാറി മാറി നോക്കി. ഞങ്ങളുടെ ഒരു സംശയം മാത്രമാണ്. എൻ്റെ ഭാര്യ ആമി കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടിരുന്നു. ഒരപകട മരണം. അന്ന് വൈശാലി അവിടെ ഉണ്ടായിരുന്നു. മരണം നടന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാണ് വൈശാലി മാനസികാസ്വാസ്ഥ്യം കാട്ടിത്തുടങ്ങിയെന്നാണ് ഇവർ പറയുന്നത്. സുഗന്ധി ചേച്ചിയെ നോക്കി സാറ് പറഞ്ഞപ്പോൾ അതിനെ ശരിവെക്കും വിധം അവരും തലകുലുക്കി. ശരിക്കൊരു ട്രീറ്റ്മെന്റ് കിട്ടിയിരുന്നെങ്കിൽ അവൾ എന്നേ സ്വഭാവത്തിലേക്ക് തിരിച്ചു വരുമായിരുന്നു, ഡോക്ടർ ഓർമ്മിപ്പിച്ചു. അവളുടെ അച്ഛനും തലക്ക് സുഖമില്ലാത്ത ആളായിരുന്നു. ആ പാരമ്പര്യ മോളും കാട്ടണമെന്നാ എല്ലാവരും പറഞ്ഞത്. ചികിത്സ കൊണ്ടൊന്നും ഫലില്ലാണ്ട് മൂപ്പര് പോയി. ഇപ്പം 6 കൊല്ലായി. സാരി തുമ്പുകൊണ്ട് മൂക്ക് തുടച്ചുകൊണ്ട് ചേച്ചി പറഞ്ഞു. ഞാൻ അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് പുറത്തട്ടിക്കൊണ്ടിരുന്നു. വിഷമിക്കണ്ട, നമുക്ക് ഇന്ന് തന്നെ വൈശാലിയുടെ ട്രീറ്റ്മെന്റ് തുടങ്ങാം. അധികം വൈകാതെ തന്നെ അവൾ നമുക്ക് ആ പഴയ മെഡിക്കൽ കുട്ടിയായിട്ട് തിരിച്ചുകൊണ്ടുവരാം, ഉറപ്പ്, ഡോക്ടർ ഞങ്ങൾക്ക് വാക്കുന്നു. എനിക്ക് രശ്മിയെ ചില സംശയങ്ങളൊക്കെ ഉണ്ട്. സുഗന്ധി ചേച്ചിയെ മോളെ വീട്ടിലാക്കി വരുന്ന വഴി ഞാൻ പറഞ്ഞു. രശ്മി മാത്രമല്ല, അവിടെയുള്ള എല്ലാവരും ഇപ്പം എൻ്റെ സംശയദൃഷ്ടിയിലാണ്. എൻ്റെ അമ്മ പോലും. ആള് പറഞ്ഞിട്ട് ഞാൻ ഞെട്ടി. അമ്മ അങ്ങനെയൊന്നും ഒന്നും നമുക്ക് നിർവചിക്കാൻ പറ്റില്ല പവി. സത്യങ്ങൾ പലപ്പോഴും അങ്ങനെയാണ്. ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്നവരെ നമുക്ക് ചുറ്റില്ല. അവിടെ ബന്ധങ്ങളില്ല, വെറും ബന്ധനങ്ങൾ മാത്രം. സാറ് പറഞ്ഞപ്പോൾ അത് വലിയൊരു ശരിയാണെന്ന് എനിക്കും തോന്നി. ഞാനിവിടെ വന്നിട്ട് ഇന്നേക്ക് 1 മാസം കഴിഞ്ഞു. അതിനർത്ഥം എൻ്റെ പകുതി ജോലി കഴിഞ്ഞു എന്ന്. ബാക്കി കൂടി കഴിഞ്ഞാൽ ഞാനിവിടുന്ന് വിട പറയും. ആരോടും പ്രത്യേകിച്ച് ഒരു യാത്ര പറച്ചിലിൻ്റെ ആവശ്യമില്ലെങ്കിലും എന്തോ ഓർക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു ഭാരം പോലെ. വെറുതെ ഒന്ന് താലിയെ തലോടി. നെറുകയിലെ സിന്ദൂരത്തെ വെറുതെ ഒന്ന് ഓർത്തു.
എന്തിനെന്നറിയാതെ ചങ്കൊന്ന് പിടച്ചു, കണ്ണൊന്ന് നിറഞ്ഞു. ഇവിടെ ഇപ്പോഴും വർഷമാണല്ലോ, എന്നാടോ ഇതൊക്കെ ഒന്ന് പെയ്തൊഴിയുന്നേ? പെട്ടെന്നായിരുന്നു ആ ചോദ്യം. എൻ്റെ ചിന്തകൾക്കിടയിൽ ആളുടെ വരവ് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഞാനൊന്ന് പുറകോട്ട് മാറി ആ മുഖത്തേക്ക് നോക്കി വെറുതെ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. വീടും വീട്ടുകാരൊക്കെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടല്ലോ തനിക്ക്? സാറിലൂടോ, ഏകദേശം നാളത്തോടെ നമുക്ക് പറഞ്ഞതിനുള്ള ഉത്തരം കിട്ടും. നാളെയല്ലേ വൈശാലിക്കുട്ടി ഡോക്ടർ ചെല്ലാൻ പറഞ്ഞ ദിവസം? അങ്ങനെയാണെങ്കിൽ തനിക്ക് അധികം വൈകാതെ തന്നെ തിരിച്ചു പോവാം. 2 മാസത്തെ അഗ്രിമെൻ്റ് ഒന്നും കാത്തിരിക്കേണ്ടി വരില്ല. എന്നെ ആശ്വസിപ്പിക്കാനാണ് സാറ് പറഞ്ഞെങ്കിലും എൻ്റെ മനസ്സിനെ അത് കൂടുതൽ തളർത്തുകയാണ് ചെയ്തത്. എന്തിനാണ് ഈ പേരറിയാത്ത നൊമ്പരുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എൻ്റെ കൃഷ്ണ. സത്യം പറഞ്ഞാൽ തന്നെ കണ്ടുമുട്ടിയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആരാന്നറിയത്? എനിക്ക് എൻ്റെ ആമയായിരിക്കും. അവളുടെ ആത്മാവിൻ്റെ സന്തോഷത്തിന് വേണ്ടി എനിക്ക് നൽകാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സമ്മാനമായിരിക്കും അവളുടെ ഘാതകൻ്റെ മരണം. അവൾക്ക് വേണ്ടി, ഞങ്ങളുടെ പൊലിഞ്ഞുപോയ സ്വപ്നങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾക്ക് പിറക്കാതെ പോയ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാനത് ചെയ്തിരിക്കും. അവൻ്റെ ചോര ഈ മണ്ണിൽ വീഴ്ത്തിയിരിക്കും. വിട പറഞ്ഞു പോയെങ്കിലും ആമയോട് സാറിനുള്ള അടങ്ങാത്ത പ്രണയത്തിൻ്റെ ആളിക്കത്തലായിരുന്നു ഞാൻ അവിടെ കണ്ടത്. ആ അഗ്നിയെ ശമിപ്പിക്കാൻ എൻ്റെ കണ്ണീരിനും കഴിയില്ലെന്ന് തിരിച്ചറിയുകയായിരുന്നു ഞാൻ. ഡോക്ടറുടെ സാന്നിധ്യത്തിലാണ് വൈശാലി അവളുടെ ഉപബോധ മനസ്സിനെ ഞങ്ങൾക്ക് മുമ്പിൽ തുറന്നു വെച്ചത്. നേരിൽ കാണേണ്ടി വന്ന ആമയുടെ മരണരംഗം അവൾ ഞെട്ടലോടെ വെളിപ്പെടുത്തി. ഞാൻ സംശയിച്ചത് സത്യമായിരുന്നു. അവൾ ഉച്ചരിച്ച പേര് രശ്മിയുടേതായിരുന്നു. സാറിൻ്റെ കണ്ണുകൾ കോപം കൊണ്ട് ജ്വലിച്ചു. അതിൽ നിന്നും വമിച്ച അഗ്നിനാളങ്ങൾക്ക് സർവ്വവും ചുട്ട് ചാമ്പലാക്കാൻ തക്ക ശക്തിയുള്ളതായി എനിക്ക് തോന്നി. എങ്ങനെയാണ് വീട് വരെ എത്തിയതെന്ന് എനിക്കിപ്പോഴും നിശ്ചയമില്ല. ആളുടെ കാറ് നിരത്തിലൂടെ ഓടുകയല്ല, വായുവിലൂടെ പറക്കുകയായിരുന്നു. ഡോറ് വലിച്ചു തുറന്ന് അകത്തേക്ക് പാഞ്ഞു ചെന്നു. വലിയ ഹാളിനൊത്ത നടുവിൽ നിന്നുകൊണ്ട് ഉറക്കെ അലറി വിളിച്ചു, രശ്മി! ശബ്ദം കേട്ട് ഓടിയെടുത്തവരിൽ രശ്മിയും ഉണ്ടായിരുന്നു. അവളുടെ കണ്ണുകളിൽ ഭയത്തിന്റെ നെരിപ്പോട് ഞാൻ കണ്ടു. ചോദ്യവും പറച്ചിലൊന്നും ഉണ്ടായില്ല. നേരെ ചെന്ന് സാർ അവിടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. നീയാണോടി എന്റെ ആമയെ കൊന്ന് പറയാൻ? ശ്വാസം കിട്ടാതെ ഞരമ്പുകൾ വലിഞ്ഞ് കണ്ണുകൾ തുറിച്ച് കിടന്ന് പിടയുമ്പോഴും സാർ അവളിൽ പിടിമുറുക്കിക്കൊണ്ടിരുന്നു. തടയാനായി പലരും മുന്നോട്ട് ചെന്നെങ്കിലും ആളുടെ ദഹിപ്പിക്കുന്ന ഒരു നോട്ടം മതിയായിരുന്നു അവരെ പിന്നോട്ട് വലിക്കാൻ. വേണ്ട ഏട്ടാ, അവളെ കൊല്ലേണ്ട. ഞാൻ കരച്ചിലോടെ സാറിൻ്റെ കയ്യിൽ പിടുത്തമിട്ടെങ്കിലും സാറിന് ദേഷ്യത്തോടെ തള്ളി താഴേക്കിട്ടു. പക്ഷേ എനിക്ക് ആ മനുഷ്യനെ യഥാർത്ഥത്തിൽ ഒരു കൊലയാളിയായി കാണാൻ കഴിയുമായിരുന്നില്ല. വീണ്ടും ഭ്രാന്തമായ ലോകത്തേക്ക് ആളെ പറഞ്ഞുവിടാൻ കഴിയുമായിരുന്നില്ല. വീണെടുത്തുനിന്ന് ഞാൻ വീണ്ടും എണീറ്റോടി. ആ കാലുകളിൽ മുറുകെ പിടിച്ചു. വേണ്ടെന്ന് യാചനയുടെ ഭാഷ്യത്തിൽ പറഞ്ഞെങ്കിലും അതൊന്നും ചെവിക്കൊള്ളാതെ അവളുടെ അവസാന ശ്വാസത്തിനു വേണ്ടിയുള്ള ആവേശത്തിലായിരുന്നു സാറ്. അവളെ വിട്ടേ കേട്ട കൊല്ലണ്ട, അവൾക്കുള്ള ദൈവം കൊടുത്തോളൂ. കരഞ്ഞുകൊണ്ട് ഞാൻ കൂടുതൽ ബലമായി കാലിലെ പിടിമുറുക്കി. അതിലാൾക്ക് അടിയൊന്ന് പതറി. രശ്മിയുടെ കഴുത്തിലെ പിടിയൊന്ന് അഴിഞ്ഞു. അവൾ അവശയായി ചുമച്ചുകൊണ്ട് ശ്വാസമെടുക്കാൻ പാടുവിട്ട് താഴേക്ക് ഇരുന്നു പോയി. സാറിന്റെ ദേഷ്യം മുഴുവൻ എന്നിലേക്കായി. വർദ്ധിച്ച കോപത്തോടെ നിലത്തിരുന്ന് എന്നെ പിടിച്ചു നിർത്തി ഇരുകവളിൽ ആഞ്ഞടിച്ചു. അടിയുടെ ആഘാതത്തിൽ ഞാൻ നിലത്തേക്ക് വേച്ചുപോയി. നീ ആരടി എന്നെ ഉപദേശിക്കാൻ? എന്റെ കാര്യത്തിൽ ഇടപെടാൻ എന്ത് അവകാശം കിട്ടി നിനക്ക്? ഈ താലിയുടെ ബലത്തിലാണ് നീ ഇതൊക്കെ ചെയ്യുന്നെങ്കിൽ ഇനി ഇത് നിന്റെ കഴുത്തിൽ വേണ്ട, ഞാനിതങ്ങ് അഴിച്ചെടുക്കുക. പറഞ്ഞു മുഴുമിക്കും മുമ്പേ എന്റെ കഴുത്തിലെ മഞ്ഞച്ചരട്ട് പൊട്ടിച്ചെടുത്ത് ദൂരെ കളഞ്ഞു സാറ്. അവകാശത്തോടെ ആഗ്രഹത്തോടെ കെട്ടിയതല്ലെങ്കിലും എന്റെ ചങ്ക് പിടഞ്ഞുപോയി, രക്തം പൊടിഞ്ഞുപോയി. ഇവൾ ആരാന്നറിയ നിനക്ക്? എന്റെ ആമിയെ, എന്റെ പ്രാണനെ ഇല്ലാതാക്കിയവളാ, എന്റെ ജീവിതം തകർത്തവളാ. നീയല്ല, ദൈവം തമ്പുരാമെന്ന് പറഞ്ഞാൽ ഇവൾക്ക് ഈ പാർത്ത മാപ്പ് കൊടുക്കില്ല. അങ്ങനെ ചെയ്ത എന്റെ ആമിയുടെ ആത്മാവിനോട് പൊറുക്കില്ല. ഉറഞ്ഞു തുള്ളുന്ന ദേഷ്യത്തിനിടയിലും ആളുടെ മനസ്സൊന്ന് പതർന്ന് ഞാൻ അറിഞ്ഞു. ഒന്ന് എത്തുന്നുണ്ടോ? എന്തു പറഞ്ഞാലും എന്റെ ആമി ഇങ്ങനെ വാഴ്ത്തിപ്പാടാൻ മാത്രം എന്ത് മാത്രമാണോ താൻ അവൾ കാണുന്നത്? രശ്മിയുടേതായിരുന്നു ആ ശബ്ദം. മിണ്ടരുത് നീ. എന്റെ ആമിയുടെ പേരുച്ചരിക്കാനുള്ള യോഗ്യതയുണ്ടടി നിന്റെ പിഴച്ച നാവിന്. നീയൊക്കെ 100 കൊല്ലം പുനർജനിച്ചാലും അവളുടെ 7 നടക്കാനുള്ള യോഗ്യത പോലും കാണില്ല നിനക്ക്. അത്രക്കും മഹത്വമുണ്ടടി എന്റെ ആമിക്ക്. സാറി രശ്മിക്ക് തക്കതായ മറുപടി കൊടുത്തെങ്കിലും അവിടെ ചുണ്ടിൽ കണ്ട പുച്ഛവും പരിഹാസവും കലർന്ന ചിരിയായിരുന്നു. മഹത്വം? തനിക്ക് എന്തറിയാടാ അവളെ കുറിച്ച്? അവളെപ്പോലെ ഇത്രയും തരം താണൊരു പെണ്ണി ഭൂലോകത്ത് വേറെ കാണത്തില്ല. അവളെ നീയൊക്കെ ചിന്തിക്കുന്നില്ല അപ്പുറത്ത് ഉടായിപ്പാ. ചുരുക്കി പറഞ്ഞ തേർഡ് റേറ്റ് ഫ്രോഡ്. രശ്മി അത് പറഞ്ഞു പല്ലുകൾ കൂട്ടിഞ്ഞെരുക്കി. ക്രോധത്തോടെ സാർ അവിടെ അടുത്തേക്ക് പാഞ്ഞെന്നു. കാരണം പോക്കാനായി കൈ ഉയർന്നു. രശ്മി തടഞ്ഞു. തൊട്ടുപോലെ തന്നെ. കുറച്ചു മുമ്പ് കണ്ട രശ്മി ആയിരുന്നില്ല അവളപ്പോൾ.
അവളെ പറഞ്ഞതിന്റെ അമർഷാണ് എന്റെ ദേഹത്ത് തീർക്കുന്നെങ്കിൽ താൻ കേട്ടോ. അവളെ താൻ കാണുന്നതിനും പരിചയപ്പെടുന്നതിനൊക്കെ ഒരുപാട് മുമ്പ് എനിക്ക് അവളായിട്ട് ബന്ധമുണ്ടായിരുന്നു. ഒരേ കോളേജിൽ ഒരേ ബെഞ്ചിലിരുന്ന് ഒന്നിച്ച് പഠിച്ചവരാ ഞങ്ങൾ. അവള് പക്ഷെ താൻ പറയുന്ന പോലെ തൊട്ടാവാടിയായ പാവ ആമിയായിരുന്നില്ല. തൻ്റെ ഇടിയും തന്നിഷ്ടക്കാരെയും തലതെറിച്ചവളെന്ന് കോളേജ് മൊത്തം വിളിക്കപ്പെടുന്ന ഞങ്ങളുടെ ജെനി, അന്ന ജെന്നിഫർ, അതവളുടെ യഥാർത്ഥ പേര്. നീ കരുതുന്ന പോലെ നിന്നോടുള്ള ദിവ്യപ്രേമ മൂത്ത് അനുരാഗവിശയായി നിന്റെ താരി നെഞ്ചിലെ ചൂടും കൊതിച്ച് വലതുകാലി വെച്ച് വന്നല്ല അവളിവിടെ. അവളുടെ വരവിന് വ്യക്തമായിട്ടൊരു ലക്ഷ്യമുണ്ടായിരുന്നു. എനിക്ക് വേണ്ടിയാ അവൾ ഈ നാടകങ്ങൾ കളിച്ച്. നിന്നോട് പറഞ്ഞും കാണിച്ചെല്ലാം പച്ച കള്ളായിരുന്നു. എല്ലാം വെറും അഭിനയം മാത്രമായിരുന്നു. കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ നിൽക്കുകയായിരുന്നു ഞങ്ങൾ. സാറൊന്നും ഉൾക്കൊണ്ടിട്ടില്ലെന്ന് ആ മുഖത്ത് നിന്ന് എനിക്ക് മനസ്സിലായി. പറഞ്ഞൊന്നും പാർത്തിന് വിശ്വാസം ഇല്ലെങ്കിൽ ഇങ്ങോട്ട് നോക്ക്. ഈ ഫോട്ടോസ്, ഇയാൾ കണ്ടിട്ടുള്ള സാരിയും ചേലയും മാത്രം ചുറ്റി ശീലിച്ച നാടൻ പെൺകൊടിയാണ് ഇതിലുള്ളതെന്ന് കണ്ടു നോക്ക്. രശ്മി ഉയർത്തി പിടിച്ച മൊബൈൽ സ്ക്രീനിൽ മാറി മാറി വന്ന ആമിയുടെ അർത്ഥനഗ്നമായ ചിത്രങ്ങൾ അവളുടെ വാദത്തെ 100% ശരിവെക്കുന്നതായിരുന്നു. ഒന്നും മിണ്ടാനാവാതെ ശില പോലെ നിൽക്കുകയായിരുന്നു സാറ്. ആ നിൽപ്പ് മറ്റാരെക്കാളും എന്നെ തകർത്ത് കളഞ്ഞു. ഇടയ്ക്കൊന്ന് ഓട്ടം നിന്നിയപ്പോൾ കണ്ണീരോടെ തളർന്നു വീഴാൻ ഭാവിച്ചു നിൽക്കുന്ന സാറിന്റെ അമ്മയെയും കണ്ടു. തന്നെ വളച്ചൊടിച്ച സർവ്വസ്വത്ത് എൻ്റെ അച്ഛൻ്റെയും പേരിലാക്കി തരാമെന്നായിരുന്നു അവളുടെ വാക്ക്. പക്ഷേ വന്നു കയറി അന്ന് തന്നെ അവൾ ആ വാക്ക് ലംഘിച്ചു. ഇനി ഒരിക്കലും ഇതൊന്നും എനിക്ക് കണി കാണാൻ പോലും കിട്ടത്തില്ലെന്നും സർവ്വസ്വത്ത് അവൾക്ക് മാത്രമാണെന്ന് അവളെന്നോട് വാദിച്ചു. അത് പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ തർക്കിച്ചു. വാക്കേറ്റം നടന്നു. അടിപിടിയായി. കൊല്ലണമെന്ന് കരുതിയതല്ല, പക്ഷെ പറ്റിപ്പോയി. ഞാൻ അവളെ പിടിച്ചെള്ളിയപ്പോൾ ഭിത്തിയിൽ തലയിടിച്ച് അടിതെറ്റിയ അവൾ താഴേക്ക് വീണ്. താഴേക്ക് എത്തുമ്പോൾ അവളുടെ ജീവൻ പോയിരുന്നു. അത് പറയുമ്പോഴും രശ്മിയുടെ കണ്ണോ നനയാതിരുന്നാണ് എന്നെ ഏറെ അതിശയിപ്പിച്ച്. കൊല്ലാനോ കൊല വിളിക്കാനോ കേൾപ്പില്ലാതെ തലകുമ്പിട്ടിരിക്കുന്ന എൻ്റെ സാറിൻ്റെ മുഖം കാണാൻ എനിക്ക് കിട്ടിയ അടിയുടെ വേദനയില്ല ഞാൻ മറന്നു. ഓടിച്ചെന്ന് ആ ശരീരത്തോട് ചേർന്നിരിക്കണമെന്നും ആ കണ്ണീരൊപ്പണമെന്നും ഞാൻ വല്ലാതെ ആശിച്ചു. പെട്ടെന്ന് രശ്മിയുടെ കവിളത്ത് പതിഞ്ഞത് സാറിന്റെ അമ്മയുടെ വലം കൈയായിരുന്നു. ഇപ്പൊ ഇറങ്ങിക്കോണേ എല്ലാവരും ഇവിടുന്ന്. ഇനി ഇങ്ങനെ ഒരു കൂടപ്പിറപ്പുകളോ മരുമക്കളോ എനിക്ക് വേണ്ട. എന്റെ കുട്ടി എന്നോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്നെ പടിയിറങ്ങേണ്ടതായിരുന്നു. പക്ഷേ അവനത് ആവശ്യപ്പെടായിരുന്നു നിങ്ങളെ പേടിച്ചിട്ടല്ല, മറിച്ച് എന്നെ ഓർത്തിട്ടാ. എന്റെ മനസ്സ് വേദനിച്ചാലോന്ന് കരുതിയിട്ടാ. ഇനി എനിക്ക് ആരും വേണ്ട. എനിക്ക് എന്റെ മോനും അവനും ഞാനും മാത്രം മതി. ദ്രോഹിച്ച് മതിയെങ്കിൽ പോയി തരും എല്ലാവരും. തേങ്ങലോട് അമ്മ അകത്തേക്ക് പോയതും സാറ് മുകളിലേക്ക് ഓടിക്കയറുന്ന കണ്ടു. എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നി. ആ മനസ്സ് വീണ്ടും കടിഞ്ഞാണില്ലാതെ കുതിച്ച് ചാടുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. വേദന മറന്ന് ഞാനും പിന്നാലെ ഓടി. മുറിക്കരികിലെത്തുമ്പോഴേ കേട്ടു അകത്ത് എന്തൊക്കെയോ വീണുടയുന്ന ശബ്ദം. എന്റെ കൃഷ്ണ കാത്തോളനെ. അകത്തേക്ക് കടന്നു നിലത്ത് ചിന്നിച്ചിതറെ ചില്ലിൽ നിന്നും ചെറിയൊരു ചീളന്റെ കാലിൽ തുളഞ്ഞു കയറി. അറിയാതെ വേദനയുടെ സീൽക്കാരം ഉയർന്നു. അപ്പോഴും ആള് സംഹാര താണ്ഡവത്തിലായിരുന്നു. ഫ്ലവർ വേഴ്സും ബെഡ് ലാമ്പും അലമാര ചില്ലിവരെ ആളുടെ പകയിൽ രക്തസാക്ഷികളായി മാറിയിരുന്നു. സർ, ഞാൻ ദയനീയമായി വിളിച്ചു. കനലെരിയുന്നൊരു നോട്ടമായിരുന്നു. ഇനി നിനക്കെന്താ വേണ്ടത്? ദാ എന്റെ ജീവൻ കൂടെ ബാക്കിയുണ്ട്, എടുത്തോ. അതോടെ പാർത്തിന്റെ അധ്യായം എവിടെ അവസാനിക്കട്ടെ. അങ്ങനെയൊന്നും എന്നോട് പറയല്ലേ സർ. എനിക്ക് ഒന്നും വേണ്ട. സാറിനെങ്ങനെ കാണാനുള്ള സങ്കടം മാത്രമേ എനിക്കുള്ളൂ. വെറുതെയാണ്, ഒക്കെ വെറുതെയാണ്. എല്ലാരും അഭിനയിക്കുക. സഹതാപം നടിച്ച്, സ്നേഹം നടിച്ച്. ആർക്കും മനസ്സ് വേണ്ട, സ്നേഹം വേണ്ട. എല്ലാവർക്കും പണം മാത്രം മതി, പണം മാത്രം. നിനക്കും അതെ. നീയും അഭിനയിക്കുന്നതിന്റെ പണത്തിന് വേണ്ടിയിട്ട് മാത്ര. ഈ കാണിക്കുന്ന സ്നേഹമൊക്കെ കപട, വെറും നാട്യം. വീണ്ടും വീണ്ടും എന്നെ ഒരു വിഡ്ഢിയാക്കാനുള്ള നാട്യം. പോയിക്കോ. ആരെയും കാണേണ്ട എനിക്ക്. ആരും എന്നെ ഓർത്ത് ദുഃഖിക്കാൻ വേണ്ട. തീർന്നു. ഇന്നത്തോടെ ഇവിടെ വെച്ചെല്ലാം തീർന്നു. എന്റെ മുഖത്തേക്ക് നോക്കാതെ അത്രയും പറഞ്ഞ് ആള് ഷെൽഫ് തുറന്നു എന്തോ എന്റെ മുഖത്തേക്ക് എറിഞ്ഞു. ഇന്നാ എടുത്തോ, എന്നിട്ട് വേണ്ടത്രാന്ന് വെച്ചാൽ എഴുതിയെടുത്തോ. പിന്നെ കണ്ടേക്കരുത് ഇവിടെ. എടുക്കാനുള്ളതൊക്കെ എടുത്ത് ഇറങ്ങിയേക്കണം ഇവിടുന്ന്. ഇനിയൊരു പറച്ചിലുണ്ടാവില്ല. എനിക്ക് നേരെ പരുഷമായിരുന്നു ഓട്ടം പറഞ്ഞ് സാറ് പുറത്തേക്ക് പോയി. കരഞ്ഞു പോയിരുന്നു ഞാൻ. ഒക്കെ അഭിനയമാണത്രേ, നാട്യമാണത്രേ. ആണോ? ഈ പവിയുടെ കണ്ണീര് വെറും കള്ളത്തരമാണോ? സ്നേഹിക്കായിരുന്നില്ല ഞാൻ, ആരാധിക്കായിരുന്നില്ല ഞാൻ. എന്നിട്ടും എന്തേ എൻ്റെ മനസ്സ് മനസ്സിലാക്കാതെ പോയി. പിടച്ചിലോടെ താഴേക്ക് ഇരുന്നു പോയി ഞാൻ. കാൽച്ചോട്ടിൽ കിടന്ന സാറ് എറിഞ്ഞു വന്ന ബ്ലാങ്ക് ചെക്കൻ്റെ പുച്ഛത്തോടെ നോക്കുമ്പോൾ ആള് പറഞ്ഞ നേരാണ്. കൊതിച്ചു വന്ന ആളുടെ പണം തന്നെയാണ്. അഭിനയിച്ചും കൂടെ നിന്നും ആ പണത്തെ മാത്രം മോഹിച്ചാണ്. പക്ഷേ ഇപ്പൊ കൊതിക്കുന്നത് ഇത്തിരി സ്നേഹത്തിനാണ്, പ്രണയം നിറച്ചൊരു നോട്ടത്തിനാണ്, മുമ്പ് നൽകിയ അതേ കരുതലിനാണ്. നീയെങ്കിലും അറിയണുണ്ടോ കൃഷ്ണ എൻ്റെ ഉള്ളിലെ പെടച്ചില്? ഒത്തിരി ഗോപികമാരുടെ ഉള്ളം കവർന്നവനല്ലേ നീ? അറിയാതെ പോവാണോ നീയും എൻ്റെ മനസ്സ്? കരഞ്ഞ് കണ്ണീര് പറ്റിയിരുന്നു എൻ്റെ.
ബാഗും എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടു ഓരോരുത്തരായി പടിയിറങ്ങുന്നത്. രശ്മിയെ സ്വീകരിക്കാൻ മാത്രം പ്രത്യേകം ചിലരുണ്ടായിരുന്നു. കേരള പോലീസ്. കയ്യാമ വെച്ച് അവളെ പോലീസുകാരെ കൊണ്ടുപോകുമ്പോൾ ഓർത്തുപോയത് ഈ വരികളാണ്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകയെന്നേ വരും. എല്ലാവരുടെയും ഊഴം കഴിഞ്ഞു. സ്വയം ചെയ്തു വെച്ച കർമ്മഫലങ്ങളുടെ പാണ്ഡവും പേറി ഓരോരുത്തരും പടിയിറക്കപ്പെട്ടു. അടുത്തത് ഞാനാണ്. സ്നേഹബന്ധനത്തിന്റെ ചങ്ങലയിൽ അടിമപ്പെട്ട് ചലിക്കാനാവാതെ നിൽക്കുകയാണ് ഞാൻ. ഒരു മടക്കം എന്നും അനിവാര്യമാണ്. പഠിച്ചിട്ടും പഠിക്കാത്തതിൻ്റെ എൻ്റെ മനസ്സ്. അമ്മേനെ ഒന്ന് കാണുന്നുണ്ടായിരുന്നു. എല്ലായിടത്തും കണ്ണോടിച്ചു. കണ്ടില്ല. അല്ലെങ്കിലും അതിൻ്റെ ആവശ്യമില്ല. ഞാനിവിടെ ആരുമല്ല. കരയരുതെന്ന് 100 ആവർത്തി മനസ്സിൽ ഉറപ്പിച്ചിട്ട് പിന്നെയും കരഞ്ഞു പോവാണ്. കണ്ണമർത്തി തുടച്ചു. ബാഗ് കയ്യിലെടുത്ത് പതിയെ നടന്നു. പെട്ടെന്ന് അമ്മ ഓടി വരുന്ന കണ്ടു. ധൃതിപ്പെട്ട് കാറിനടുത്തേക്ക് കയറുന്നുണ്ട്. കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. എന്താ അമ്മ പറ്റിയത്? പിന്തിരിഞ്ഞ് വ്യാകുലതയോടെ ചോദിച്ചു. പാർത്തിന് എന്തോ അപകടം പറ്റിയെന്ന് പറഞ്ഞതും ഡ്രൈവറോട് വണ്ടിയെടുക്കാൻ ആവശ്യപ്പെടുന്ന കണ്ടു. ഞാനും കൂടി പോന്നോട്ടെ, നീയൊന്ന് കണ്ടാൽ മതി. ചോദിക്കാതിരിക്കാൻ തോന്നിയില്ല. ഒന്നും പറഞ്ഞില്ലെങ്കിലും ഡോറ് തുറന്നു തന്നു. യാത്രയിൽ അത്രയും ഞാൻ പ്രാർത്ഥനയിലായിരുന്നു. എൻ്റെ കൃഷ്ണ കാത്തോളനെ കേട്ടോ. ഇത്രയ്ക്ക് ടെൻഷൻ അടിക്കാൻ മാത്രമൊന്നുമില്ല പത്മാമേ. അവന് ചെറിയ പരിക്കേ ഉള്ളൂ. ഇന്നൊരു ദിവസം ഒബ്സർവേഷൻ കിടന്നിട്ട് നാളെ വീട്ടിൽ പോകാം. അമ്മയെ ചേർത്ത് പിടിച്ച് ഡോക്ടർ പറയുന്നത് കേട്ടു. സാറിൻ്റെ ഫ്രണ്ടാണെന്ന് തോന്നുന്ന ഡോക്ടർ. ഇതിപ്പോൾ എതിരെ വന്ന വണ്ടിക്കാരനെ ശ്രദ്ധ ഒന്നുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ കാണാമായിരുന്നു. അവൻ്റെ സ്പീഡ് നമുക്കൊക്കെ അറിയാവുന്നല്ലേ. ചിരിച്ചുകൊണ്ട് പറഞ്ഞ് ഡോക്ടർ എന്നെ നോക്കി. ഈ കുട്ടി? അമ്മ ഒന്നും പറയാതെ എൻ്റെ മുഖത്തേക്ക് നോക്കി. എന്ത് മറുപടി കൊടുക്കണമെന്ന് എനിക്കും അറിയില്ലായിരുന്നു. പാർത്തൻ്റെ ഓഫീസിലെ സ്റ്റാഫാ. അമ്മ തന്നെ മറുപടി കണ്ടെത്തി. ഭാര്യ എന്ന് പറയാൻ അമ്മക്ക് മടി തോന്നിക്കാണ്. മണിക്കൂറുകളുടെ ഇരിപ്പ് തുടർന്നു. ഇടയ്ക്ക് അമ്മ ഉള്ളിൽ കയറി മകനെ കണ്ടു. ഞാൻ ഡോറിൻ്റെ ഇത്തിരി വട്ടത്തിലൂടെ ഇടയ്ക്കിടെ ഉള്ളിലേക്ക് നോക്കി. ആ കിടപ്പ് കാണും തോറും എൻ്റെ മനസ്സ് മരിച്ചു. ഇന്നാ ഇത് കഴിച്ചു. അമ്മ ഒരു പൊതി എൻ്റെ നേർക്ക് നീട്ടി. എനിക്ക് വേണ്ട, വിശപ്പില്ല. അവന് വേണ്ടി ഇനി മറ്റാരും പട്ടിണി അടക്കേണ്ട. ഇത് പിടിക്കേ. ബലമായി എൻ്റെ കയ്യിൽ പൊതി വെച്ചെന്നിട്ട് അമ്മ കുറച്ചകലെ മാറിയിരുന്നു. എൻ്റെ ചുണ്ടുകൾ വിതുമ്പി. കയ്യിലിരുന്ന പൊതിച്ചോറിലേക്ക് കണ്ണുനീർ ഒലിച്ചിറങ്ങി. അപ്പോഴും എൻ്റെ നെഞ്ചിൽ അകത്ത് കിടക്കുന്ന ആളുടെ വേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പരസ്പരം ഒന്നും മിണ്ടാതെ ഞാനും അമ്മയും നീളം കസേരയുടെ 2 അറ്റങ്ങളിലായിരുന്നു നേരം വെളുപ്പിച്ചു. രാവിലെ ഡോക്ടർ വന്നപ്പോൾ ഡിസ്ചാർജ് എഴുതി തന്നു. എന്നെ കാണുമ്പോഴുള്ള ആളുടെ പ്രതികരണം എന്തായിരിക്കുന്നോർത്ത് എനിക്ക് പേടിയുണ്ടായിരുന്നു. നിന്റെ ജോലി കഴിഞ്ഞില്ലേ, ഇനി പോയിക്കൂടെ നിനക്ക്? അമ്മയുടെ ചോദ്യം എന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. അമ്മേ, ഞാൻ സാറിൻ്റെ ഈ അവസ്ഥയിൽ. അവൻ്റെ ഒരവസ്ഥയും കുട്ടിയെ ബാധിക്കണതല്ല. അവനെ കൊണ്ടുവരുന്നതിന് മുമ്പ് കുട്ടി പോയിക്കോളൂ. തികഞ്ഞ ഗൗരവമായിരുന്നു ആ മുഖത്ത്. ഞാനത് കണ്ടോട്ടെ സാറിനെ. ഒറ്റ പ്രാവശ്യം മാത്രം. പിന്നെ ഞാൻ പോയിക്കോളാം. എനിക്കൊന്ന് കണ്ടാൽ മാത്രം മതി. ഞാൻ കെഞ്ചുകയായിരുന്നു. അമ്മ ഒന്നും മിണ്ടിയില്ല. ഇനി എതിർത്താലും ഞാൻ അവിടെ നിൽക്കുമായിരുന്നു. ഇങ്ങനൊരു അവസരം നിഷേധിക്കാൻ മാത്രം ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് ചോദിക്കുമായിരുന്നു. അപ്പോഴേക്കും സാറിൻ്റെ സ്ട്രക്ചറിലെത്തിയ ഒരു നഴ്സ് ഞങ്ങളുടെ അരികിലേക്ക് വന്നു. കണ്ണുകൾ നിറഞ്ഞു. എൻ്റെ കാഴ്ച അപൂർണമായിരുന്നു. ആള് അമ്മയെ നോക്കി ചിരിക്കാൻ ശ്രമിക്കുന്നു. അമ്മ മോനെ മുഖത്ത് തഴുകയും ഉമ്മ വെക്കുന്നുമെല്ലാം ഞാൻ അല്പം മാറിന്ന് വീക്ഷിച്ചു. പിന്നെ പതിയെ അടുത്തേക്ക് ചെന്നു. എന്നെ പ്രതീക്ഷിച്ചില്ലാന്ന് തോന്നുന്നു. ആ മുഖം കാണുമ്പോൾ ഞാനൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. തെളിച്ചമില്ലാത്തൊരു ചിരി. പോവാൻ ഇറങ്ങിയതാ. അപ്പോഴാ വയ്യാന്ന് കേട്ടത്. വരാണ്ടിരിക്കാൻ മനസ്സനുവദിച്ചില്ല. അധികമൊന്നും പറ്റിയില്ലാലോ. സന്തോഷമായി. ഇനി പോവാ. പോണേന് മുന്നേ ഇതൊന്നും തരണമെന്നുണ്ടായിരുന്നു. ബാഗ് തുറന്ന് ആള് തന്ന ഒഴിഞ്ഞ ചെക്കെടുത്ത് തിരികെ ആ കയ്യിൽ തന്നെ വെച്ചു കൊടുത്തു. തന്നിഷ്ടം കാണിക്കാൻ തോന്നരുത്. ഇതെനിക്ക് വേണ്ട. സാറ് പറഞ്ഞ പോലെ പണത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് കൂടെ വന്നും വേഷം കെട്ടിയതൊക്കെ. പക്ഷേ അപ്പോഴെനിക്കൊരു സത്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇതിൽ എത്ര വലിയ തുക എഴുതി ചേർത്താലും സാറിന് തരാൻ കഴിവുണ്ടാവും. എന്നാൽ എനിക്ക് അതിനേക്കാളൊക്കെ വലുതാ സാറിൻ്റെ ഈ മനസ്സും. കഴിയുച്ച പലപ്പോഴും ഓർത്താൽ മതി. വേറൊന്നും വേണ്ട ഈ പെണ്ണിന്. എന്നെ ശപിക്കരുത് കേട്ടോ. സാറിൻ്റെ അമ്മി. ചങ്ക് പറയുന്ന വേദനയോടെ തിരിഞ്ഞു നടക്കുമ്പോൾ വെറുതെയെങ്കിലും ആശിച്ചു പോയി എൻ്റെ മനസ്സ്. ഒന്ന് തിരിച്ചു വിളിച്ചെങ്കിലെന്ന്, ഒരിക്കൽ കൂടി പവിയെന്ന്, ആ അധരങ്ങൾ മന്ത്രിച്ചെങ്കിലെന്ന്. വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഈ മുഖത്തിനൊരു വാട്ടം. ജോലി പോയതിൻ്റെ സങ്കടമല്ല, പിന്നെന്താ എൻ്റെ പവിക്കുട്ടിയുടെ മനസ്സിന് ഇത്രയ്ക്ക് വല്ലാത്തൊരു സങ്കടം. എന്നെ താടി പിടിച്ചു വരുത്തി ഇത്തിരി കൊഞ്ചിലോടെ ചേച്ചി അത് ചോദിച്ചപ്പോൾ ഒന്നും പറയാതിരിക്കാൻ തോന്നിയില്ല എനിക്ക്.
അല്ലെങ്കിലും ചേച്ചിയോടൊന്നും മറച്ചു വെക്കണ ശീലം എനിക്കില്ലാലോ. ആ മാറിലേക്ക് മുഖം പൂഴ്ത്തി കുറെ കരഞ്ഞു. എല്ലാം പറഞ്ഞു. എന്തോ മനസ്സിന്റെ ഭാരം കുറച്ചെന്ന് കുറഞ്ഞ പോലെ. ദേവിയെ, എന്നാലും എവിടുന്ന് കിട്ടി എൻ്റെ കുട്ടിക്ക് ധൈര്യമൊക്കെ? കേട്ടിട്ട് എന്നെ പേടിയാവണം എനിക്ക്. പോട്ടെ, സാരില്ല, അതവിടെ കഴിഞ്ഞു എന്ന് കൂട്ടിയാൽ മതി. അവരൊക്കെ വലിയ ആൾക്കാരല്ലേ മോളെ. നമ്മളെപ്പോഴുള്ള മനസ്സൊന്നും അവർക്ക് കാണാൻ കഴിഞ്ഞൊന്നും വരില്ല. ചേച്ചി എന്നെ ആശ്വസിപ്പിച്ചു. എൻ്റെ മനസ്സ് കാണണ്ട, കാണാൻ ശ്രമിക്കുകയും വേണ്ട. എന്നാലും എന്നോട് ദേഷ്യമില്ലെന്നൊന്നും പറയായിരുന്നില്ലേ സാറിന്? ഒന്ന് ചിരിക്കായിരുന്നില്ല എന്നോട്? എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയാലും ചെയ്യായിരുന്നില്ലേ? ഇങ്ങനെ കടലോളം കണ്ണീര് തരണ്ടായിരുന്നു എനിക്ക്. ഞാനും പാവല്ലേ ചേച്ചി. മുഖം പൊത്തി വീണ്ടും വീണ്ടും കരഞ്ഞു. മുഖത്തെ മറച്ച കൈകൾ ചേച്ചി പതിയെ വേർപ്പെടുത്തി. എന്താ മോളെ നിന്റെ മനസ്സിൽ? അറിയില്ല, എനിക്കറിയില്ല. ആദ്യമൊക്കെ പേടിയായിരുന്നു, പിന്നെ അത് ബഹുമാനായി, പിന്നെ തോന്നിയത് സാധാപായിരുന്നു. പിന്നെ എനിക്കൊന്നും അറിയണില്ല ചേച്ചി. വേണ്ട മോളെ, അരുതാത്തൊന്നും മനസ്സിൽ പ്രതിഷ്ഠിക്കണ്ട. അത് നിന്റെ ഈ കണ്ണീരിനെ തോരാൻ അനുവദിക്കില്ല. സ്നേഹം ചില സമയത്ത് നമുക്ക് വല്ലാത്ത ബാധ്യതയായി തീരും. എത്ര കൊടുത്തു തീർത്താലും തീരാത്തൊരു ബാധ്യത. ആ ബാധ്യത പിന്നെ നമ്മുടെ സമനില തെറ്റിക്കും. നമ്മളല്ലാതായി തീരും. പക്ഷെ എനിക്ക് കഴിയും തോന്നണില്ല. മറക്കണമെന്ന് മനസ്സ് പറയുമ്പോൾ പിന്നെ സ്നേഹിച്ച് പോവാ ഞാൻ. കണ്ണു കലങ്ങി ചേച്ചിയുടെ മടിയിൽ തലയാഴ്ച കിടന്നു. ചേച്ചി എൻ്റെ മുടിമേൽ സാവധാനം തഴുകിക്കൊണ്ടിരുന്നു. ആത്മാർത്ഥമായ സ്നേഹം പലപ്പോഴും അങ്ങനെ തന്നെയാണ് കുട്ടി. പക്ഷേ വിധിയില്ലാത്തതിനെ സ്നേഹിക്കുന്നതിന് പകരം മറക്കാനുള്ള കാരണം കണ്ടെത്തണം. അതാ നല്ലത്. മുരളിയേട്ടനെ കള്ളുപിടിച്ചു വന്ന് ഉപദ്രവിക്കുമ്പോഴോ എന്നോട് ദേഷ്യപ്പെടുമ്പോഴോ ഒന്നും ഞാൻ ആ മനുഷ്യനെ വെറുത്തിട്ടില്ല. പകരം സ്നേഹിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ നമുക്ക് പകരം മറ്റൊരാൾ ആ സ്ഥാനത്ത് കാണുന്നത് ഏത് പെണ്ണിനാ സഹിക്കാൻ കഴിയുക? എനിക്കും കഴിഞ്ഞില്ല. എന്നാലും മറ്റൊരാളെ മുരളിയേട്ടൻ്റെ സ്ഥാനത്ത് എനിക്ക് സങ്കല്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി കഴിയുമെന്നും തോന്നണില്ല. അതാ പെണ്ണിൻ്റെ മനസ്സ്. ഒരാളിൽ കുരുങ്ങിക്കിടന്ന് ഊരിപ്പോരാൻ പാടാ. അറിഞ്ഞുകൊണ്ട് കുടുങ്ങിപ്പോകരുത്. എൻ്റെ കുട്ടിയുടെ മനസ്സ് നിയന്ത്രിക്കണം. ഞാനൊന്നും പറഞ്ഞില്ല. എൻ്റെ മനസ്സ് നൂലുപൊട്ടിയ പട്ടമായി വാനിൽ പറക്കുകയായിരുന്നു. നീ എണീക്ക്, ആ മുഖമൊക്കെ ഒന്ന് കഴുകി വാ. ഞാൻ നിനക്കൊരു ചുരിദാർ തയ്ച്ചു വെച്ചിട്ടുണ്ട്. അതൊന്നിട്ട് പാകം നോക്ക്. ഒന്നുമില്ലെങ്കിൽ ഒരു നല്ല കാര്യമൊക്കെ നടക്കാൻ പോവല്ലേ, വാ. ചേച്ചി എൻ്റെ കഴുത്തിലൂടെ കൈ ചുറ്റി ഒപ്പം നടത്തിച്ചു. നല്ല കാര്യം എന്താ? എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ. അതൊക്കെ നീ ഈ വഴിയെ അറിയും. ഇപ്പം പോയി പറഞ്ഞ പണി ചെയ്യും. അപ്പോഴേക്കും ചേച്ചി നിനക്ക് നല്ലൊരു ചായ അനത്തി തരാട്ടോ. എന്നെ മുറിയിലേക്ക് തള്ളിവിട്ട് ചേച്ചി അടുക്കളയിലേക്ക് പോയി. എന്നാലും എന്താവും ചേച്ചി ഉദ്ദേശിച്ച്? ഞാൻ ആലോചനയോട് അങ്ങനെ തന്നെ നിന്നു. എൻ്റെ കുട്ടി ആകെ ക്ഷീണിച്ചു. മുഖത്ത് പരുതി കൊണ്ട് അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചു. മക്കൾ അടുത്തില്ലാത്ത എല്ലാ അച്ഛന്മാരുടെയും അമ്മമാരുടെയും സ്ഥിരം പരാതിയല്ലേ ഇത്. എനിക്കൊരു ക്ഷീണമില്ല, ഒക്കെ അച്ഛന് വെറുതെ തോന്നുന്നതാ. ഞാൻ അച്ഛനോട് ചേർന്നിരുന്നു. എന്നാലും അച്ഛന് നല്ല മാറ്റമുണ്ടല്ലേ അമ്മേ? ആളിപ്പോൾ മുമ്പത്തേക്കാൾ ഉഷാറായിട്ടുണ്ട്. അതൊക്കെ ചേച്ചിയുടെ വീൽ ചെയറിൻ്റെ പവറാ. ഇപ്പോൾ ഫുൾ ടൈം ഇതിലല്ലേ? മാളു ചിരിയോടെ പറഞ്ഞു. എൻ്റെ മനസ്സ് സാറിനോടൊപ്പം എത്തി. ഉള്ളിലൊരു വേദന പോലെ. കണ്ണു നിറയുന്നുവെന്ന് തോന്നിയപ്പോൾ മുഖമൊന്ന് ചരിച്ച് മറ്റെങ്ങോട്ടോ നോക്കി. ചേച്ചി എന്തെങ്കിലും പറഞ്ഞോ മോളോട്? അച്ഛൻ ചോദിച്ചു. പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. എന്താച്ചാ? അത് വേറൊന്നല്ല, നമ്മുടെ ഗോവിന്ദൻ്റെ മോനില്ലേ ശരത്ത്, അവന് വേണ്ടി നിന്നെ ഒന്ന് ആലോചിച്ചാലോന്ന് അവരായിട്ട് പറഞ്ഞതാ. അവനിപ്പം മാഷാണല്ലോ ഇവിടുത്തെ സ്കൂളിലേ. ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെയൊരു നീക്കം. എൻ്റെ ഭാഗ്യമെന്നാ കേട്ടവരൊക്കെ പറയുന്നു. അതിനേക്കാളും വലിയ കാര്യം എന്താ വെച്ചാൽ അവർക്ക് മോളെ പഠിപ്പിക്കാനും ഉദ്ദേശമുണ്ടത്രേ. നീ പഠിക്കാൻ പിടിക്കാന്ന് അവർക്കും അറിയാലോ. അത് പറഞ്ഞ അമ്മയാണ്. എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ടച്ചാ. അത്രേ പറഞ്ഞുള്ളൂ. വേഗം ഓടിപ്പോയി ഞാൻ അവിടുന്ന്. കഴിയില്ല, എനിക്കിനിയും കഴിയും തോന്നണില്ല. ചേച്ചി ഒന്ന് പറയാം അച്ഛനോട്, എനിക്കിത് വേണ്ടാന്ന്. എനിക്ക് ഒന്നും പറയാൻ കഴിയാതെ ആ നെഞ്ചിലേക്ക് വീണുപോയി ഞാൻ. പെട്ടെന്ന് മുഖമുയർത്തി ചേച്ചിയെ നോക്കി. ഞാനൊന്ന് വിളിച്ചോട്ടെ സാറിനെ? എന്തിന്? ചേച്ചി നെറ്റി വിളിച്ചു. വെറുതെ പോയിട്ടൊന്ന് വിളിച്ചുകൂടിയില്ലാന്ന് തോന്നില്ലേ സാറിന്? ഇത്ര എളുപ്പം മറന്നുപോയെന്ന് കരുതി കാണില്ലേ സാറ്? ഞാൻ ഉദ്യോഗത്തോടെ ചോദിച്ചു. നീ മറന്നു എന്ന് കരുതാൻ മാത്രം നിന്റെ സാറ് നിന്നെ ഓർക്കുന്നുണ്ടാവും പവിയെ. ചേച്ചിയുടെ ചോദ്യം പെട്ടെന്നായിരുന്നു. എൻ്റെ മനസ്സൊന്ന് പിടഞ്ഞു. അതേ ചോദ്യം എൻ്റെ മനസ്സാക്ഷി എന്നോട് തന്നെ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്നു. എന്നെ ഓർക്കുന്നുണ്ടാവുമോ സാറ്? പിറ്റേന്ന് എൻ്റെ സമ്മതത്തിനൊന്നും കാത്തിൽക്കാതെ ആ മാഷിനെ പെണ്ണ് കാണാൻ വന്നു. ഇങ്ങനെയാണോ മോളെ മറ്റുള്ളവരുടെ മുന്നിൽ പോയി നിൽക്കുക? മോത്തി തിരിച്ചിരിയില്ലെങ്കിൽ വരുന്നവരെന്ത് വിചാരിക്കും? അമ്മേൻ്റെ കയ്യിൽ ചായ എന്നോട് പറഞ്ഞു. ഞാനന്നേരം ചേച്ചിയെ നോക്കി.
എൻ്റെ അകവും പുറവും ഒരുപോലെ അറിയണത് ചേച്ചിക്കല്ലേ. ചേച്ചി കണ്ണടച്ച് കാണിച്ച് എന്നെ നോക്കിയെന്ന് ചിരിച്ചെനിക്ക് ധൈര്യം തന്നു. മാഷിയുടെ മുഖത്തേക്കൊന്നും ഞാൻ നോക്കിയില്ല. മനസ്സിലൊരാളുടെ മുഖം അങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ എങ്ങനെയാ മറ്റൊരാൾ ഇഷ്ടത്തോടെ നോക്കാൻ തോന്നുന്നത്? ചേച്ചി എങ്ങനെയുണ്ട് ഞങ്ങളുടെ മാഷ്? ഇഷ്ടമായ ചേച്ചിക്ക്? മാള് ചോദിച്ചപ്പോൾ ഞാൻ സംശയത്തോടെ അവളെ നോക്കി. ഞങ്ങളുടെ മാഷോ? അതിന് എനിക്ക് അയാളെ മുമ്പ് പരിചയമുണ്ടോ? പിന്നെ എന്നെ പഠിപ്പിക്കുന്ന മാഷ് എനിക്ക് അറിയാണ്ടിരിക്കോ? എന്നാലും മാഷ് ഇടയ്ക്കിടയ്ക്ക് ചേച്ചിനെ പറ്റി അന്വേഷിക്കണത് ഇതിനാവെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഇതാ അത് തന്നെ പ്രേമം. എന്നെ നോക്കി ചിരിയോട് അവളകത്തേക്ക് ഓടിയപ്പോൾ ഞാൻ ആ കന്താളിച്ചു. ഒരു പ്രേമം മണ്ണാങ്കട്ട. ഇങ്ങനെ പ്രേമിക്കാൻ നാട്ടിൽ വേറെ പെണ്ണില്ലായിട്ടാണോ എന്നെ തന്നെ തേടി പിടിച്ച്? എൻ്റെ കൃഷ്ണ, ഏതിനും വിളിക്കണമല്ലേ നിന്നെ? ഒരിത്തിരി കരുണ കാണിച്ചുകൂടെ എന്നോട്? ഒന്ന് കലക്കി തന്നൂടെ ഈ ആലോചന? പകരം എൻ്റെ സാറിന് എനിക്ക് തന്നൂടെ? ഞാൻ പിറുവിറുത്തു. എൻ്റെ അവസ്ഥ ആലോചിച്ചിട്ടാവും കല്യാണം അത്ര കേമത്തിൽ വേണ്ടെന്നാ ഗോവിന്ദൻ പറയണ്. ശരത്തിനും അതാത്ര ഇഷ്ടം, അച്ഛൻ പറഞ്ഞു. ആ മുഖത്ത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം നേടിച്ചിരുന്നു. നീ അധികം ആലോചിക്കൊന്നും വേണ്ടെന്നാ എൻ്റെ അഭിപ്രായം. വരുന്ന ചിങ്ങത്തിൽ തന്നെ നമുക്ക് നടത്താമെന്നാ എനിക്ക് തോന്നണേ. അമ്മയെ ഏറ്റുപിടിച്ചു. എൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അതവർ കാണാതിരിക്കാൻ ഞാൻ തിരിഞ്ഞടന്നു. സാറിനെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ. ഞാൻ അറിയാതെ ആഗ്രഹിച്ചു പോയി. കല്യാണത്തിൻ്റെ ചർച്ചകൾ അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛനെ എതിർക്കാനോ സാറിനെ മറക്കാനോ കഴിയാതെ എൻ്റെ മനസ്സ് വിലപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പോസ്റ്റ്മാനിൻ്റെ പേര് വിളിച്ചുകൊണ്ട് കയറി വന്ന്. ആരാപ്പം എനിക്കൊരു കത്തയക്കാൻ? അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് പോസ്റ്റ്മാനെ എതിരേറ്റത്. ഒപ്പിട്ട് വാങ്ങിയ കവർ ജിജ്ഞാസയോടെ തുറന്നു വായിച്ചു. എൻ്റെ കണ്ണു തള്ളിപ്പോയി. പാർത്തൻസ് കമ്പനി ലിമിറ്റഡിലേക്ക് അസിസ്റ്റന്റ് മാനേജറുടെ പോസ്റ്റിലേക്ക് നിയമിച്ചുകൊണ്ടുള്ള അപ്പോയിൻമെൻറ്റ് ലെറ്റർ. കൂടെ മറ്റൊന്നുകൂടി ഉണ്ടായിരുന്നു. സിവിൽ സർവീസിന് മുമ്പുള്ള പ്രിലിമിനറി എക്സാമിന് വേണ്ടി നടത്തുന്ന കോച്ചിങ് സെൻറ്ററിലേക്ക് എനിക്ക് വേണ്ടി ഒരു അഡ്മിഷൻ ടിക്കറ്റ്. എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റിയില്ല. കരയണോ ചിരിക്കണോ എന്നറിയാതെ ഞാൻ വീണ്ടും വീണ്ടും കത്തിലെ വരികളിലൂടെ കണ്ണോടിച്ചു. ഇതെന്തിൽ പടി? ഇത് എന്താ എൻ്റെ കയ്യിൽ? കടയിൽ നിന്ന് വന്ന് കയറി ചേച്ചീനെ നിൽപ്പേണ്ട അന്തം വിട്ടു. കുറച്ചു നേരത്തേക്ക് എനിക്കൊന്നും പറയാനേ കഴിഞ്ഞില്ല. പിന്നെ കണ്ണ് രണ്ടും നിറച്ചു പിടിച്ച് ഞാൻ ചേച്ചിയെ കെട്ടിപ്പിടിച്ചു. ചേച്ചി അപ്പോഴും കാര്യമറിയാതെ ഉത്കണ്ഠാകുലയായിരുന്നു. ഇതേ നോക്കി ചേച്ചി, നിക്ക് സാർ അയച്ചതാ. സാറിൻ്റെ കമ്പനിയിൽ ഞാൻ ജോലിക്കെടുത്തു എന്ന്. കൂടെ വേറെ സന്തോഷമുണ്ട് കേട്ടോ. എന്നെ സാറ് പഠിപ്പിക്കാൻ ചേർത്തേക്കണമെന്ന്. ഇതാ കണ്ടോ, അഡ്മിഷൻ എടുത്തതിൻ്റെ റെസിപ്റ്റാ. സന്തോഷം കൊണ്ട് എനിക്ക് സംസാരിക്കാനേ പറ്റണില്ലായിരുന്നു. വേഗം ഓടി അച്ഛയുടെ അടുത്തേക്ക്. ലെറ്റർ കാട്ടി വിവരങ്ങൾ പറഞ്ഞിട്ടും ആരുടെ മുഖത്ത് ഞാൻ പ്രതീക്ഷിച്ച തെളിച്ചം കണ്ടില്ല. കല്യാണക്കാരിയൊക്കെ തീരുമാനമായ സ്ഥിതിക്ക് ഈ ജോലി നമുക്ക് വേണ്ടാന്ന് വെക്കാം മോളെ. ശരത്തും നിന്നെ പഠിപ്പിക്കാന്നല്ലേ പറഞ്ഞു. ഇനി എന്താച്ചാ അവര് തീരുമാനിക്കട്ടെ. അച്ഛൻ പറഞ്ഞ് ഞാൻ സ്തംഭിച്ച് നിന്നു. എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ അറിയാതെ തന്നെ ലെറ്റർ താഴേക്ക് ഊർന്നു വീണു. പവിയുടെ മംഗലയോഗത്തിന് പറ്റിയ സമയം ഇപ്പോഴാണ്. ഇന്നാളും കൂടി ജാതകം നോക്കിയിട്ട് ആ ജോലിസേര് പറഞ്ഞത്. അമ്മ പറഞ്ഞു. ഒരു ജോലിസേര് അല്ലെങ്കിൽ ഈ ജാതകം തന്നെയാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്. ഞാൻ കെറുവോടെ പറഞ്ഞിട്ട് എല്ലാവരും ഇതെന്ത് കഥ എന്ന മട്ടിൽ നിൽപ്പായി. ചേച്ചി മാത്രം എന്നെ അർത്ഥം വെച്ച് നോക്കുന്നുണ്ടായിരുന്നു. അച്ഛനൊന്ന് ചിരിച്ചു. പിന്നെ എന്നെ പിടിച്ച് അരികിലെത്തി. എൻ്റെ വിഷമം എന്താണെന്ന് അച്ഛൻ അറിയാം മോളെ. ഞങ്ങളുടെ കാര്യം ആലോചിച്ചിൻ്റെ കുട്ടി അതിനൊരു മുടക്ക് പറയണ്ട. ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് ദൈവം വേറൊരു വഴി കണ്ടുവച്ചിട്ടുണ്ടാവും. നമുക്കിത് അങ്ങോട്ട് നടത്താം. അച്ഛൻ്റെ കുട്ടി എതിരൊന്നും പറയരുത്. അച്ഛേ, എനിക്കൊരു കാര്യം. എൻ്റെ മനസ്സ് തുറക്കണമെന്ന് കരുതിയതായിരുന്നു. പക്ഷെ ചേച്ചി ഇടയിൽ കയറി. നീ അച്ഛൻ പറയണ അനുസരിച്ച് കുട്ടി, വേറൊന്നും ഇപ്പം ചിന്തിക്കണ്ട. അത് കേട്ടെന്ന് മുഖം പൊത്തി മുറിയിലേക്ക് ഓടി. ചുമരിൽ ചാരിയെന്ന് ആരും കാണാതെ എൻ്റെ കണ്ണീരെല്ലാം ഒഴുക്കിക്കളഞ്ഞു. എല്ലാം അറിയണ ചേച്ചി പോലും എൻ്റെ കൂടെ നിൽക്കില്ലെന്നോർത്ത് എനിക്ക് വല്ലാത്ത നിരാശ തോന്നി. ചേച്ചിയോട് നീരസം തോന്നുന്നുണ്ടോ കുട്ടിക്ക്? മനസ്സറിഞ്ഞ പോലെ ചേച്ചിയുടെ ചോദ്യം. ഞാൻ കണ്ണുകൾ അമർത്തി തുടച്ചു. ചേച്ചി ചോദിച്ചില്ലേ എന്നെ ഓർക്കുന്നുണ്ടാവുമെന്ന്? എന്നെ മാത്രമല്ല, എൻ്റെ സ്വപ്നങ്ങളും മറന്നുപോയിട്ടില്ല സാറെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഇനിയെങ്കിലും ഞാനൊന്ന് വിളിച്ചോട്ടെ സാറിന്. ആ ശബ്ദമൊന്ന് ഞാൻ കേട്ടോട്ടെ. എന്നെ നൊമ്പരം കണ്ടിട്ടാണ് ചേച്ചി സമ്മതം മൂടിയത്. ഞാൻ വിളിച്ചു. ആദ്യ റിങ്ങിൽ തന്നെ ആൾ ഫോൺ എടുത്തു. ഹലോ. എൻ്റെ ശബ്ദമൊന്ന് വിറച്ചു. പവി. മറുതലക്കിൽ നിന്ന് ഞാൻ ആഗ്രഹിച്ച അതേ വിളി. സാറിനെ മനസ്സിലായോ? ഞാൻ ആശ്ചര്യത്തോടെ ചോദിച്ചു. ഇതെന്ത് ചോദ്യമാണോ? എനിക്ക് തന്നെ അത്ര പെട്ടെന്ന് അങ്ങ് മറക്കാൻ പറ്റുമോ? മറന്നത് നീയല്ലേ? ഒന്ന് വിളിക്കാൻ തോന്നിയില്ലല്ലോ ഇതുവരെ. അതോ ദേഷ്യമാണോ എന്നോട് അന്ന് അങ്ങനെയൊക്കെ പെരുമാറിയതിന്? എൻ്റെ നെഞ്ചൊന്ന് വിങ്ങി. ഈ മനസ്സ് മുഴുവൻ സാറിനോടുള്ള സ്നേഹമാണെന്ന് എങ്ങനെയാണ് ഞാൻ പറയുക? ഒന്ന് കാണാൻ വേണ്ടി എൻ്റെ കണ്ണുകൾ സദാസമയം സാറിനെ തേടിക്കൊണ്ടിരിക്കുകയെന്ന് എങ്ങനെയാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുക? എൻ്റെ ഹൃദയം ആ ഹൃദയത്തോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി മാത്രം തുടിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഞാൻ കാണിക്കുക? ഇയാളെന്തൊന്നും മിണ്ടാത്ത? ഞായറാഴ്ച കിട്ടിയില്ലേ? എന്നാ താനിങ്ങോട്ട് വരുന്നേ? അത്
എന്ത് മറുപടി പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ചേച്ചിയെ നോക്കി. സാറിന് സുഖമല്ലേ? മുറിവൊക്കെ ഉണങ്ങിയോ? ശ്രദ്ധിക്കണേ കേട്ടോ. കരച്ചിൽ തൊണ്ടക്കുള്ളിൽ തടഞ്ഞുകൊണ്ടാവണം എൻ്റെ ശബ്ദമല്ലാതെ ഇടറിപ്പോയത്. അപ്പോൾ മറന്നിട്ടില്ല എന്നെ അല്ലേ? ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനായെങ്കിലും ഒരു വിളി ഞാൻ ഒത്തിരി പ്രതീക്ഷിച്ചു. കാണാതായപ്പോൾ കരുതി ഞാൻ പറഞ്ഞ പോലെ എൻ്റെ അധ്യയനം താൻ അവസാനിപ്പിച്ചു എന്ന്. ഓർക്കാൻ മാത്രം ഞാൻ ഇയാളെ മറന്നു പോയിട്ടില്ലല്ലോ എന്ന് ഉറക്കെ പറയണമെന്ന് തോന്നിയെങ്കിലും ചേച്ചിയുടെ സാന്നിധ്യം എന്നെ പുറകോട്ട് വലിച്ചു. നീ അതിങ്ങോട്ട് തന്നേ, ഞാൻ സംസാരിച്ചോളാം അയാളോട്. ചേച്ചി ഫോൺ വേണ്ടി കൈ നീട്ടിയപ്പോൾ പേടി തോന്നിയെങ്കിലും കൊടുക്കാത്ത അരമില്ലായിരുന്നു. ഹലോ, ഞാൻ പവിയുടെ ചേച്ചിയാണ്. ജോലിക്കാരൊക്കെ അവൾ പറഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ അവൾക്ക് ഇനി അങ്ങോട്ട് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവിടെ കല്യാണം ശരിയായിട്ടുണ്ട്. അധികം വൈകാതെ അങ്ങോട്ട് നടത്താനാണ് ഞങ്ങളുടെ തീരുമാനം. ഇതിൻ്റെ ഇടയിൽ ജോലിയൊന്നും ഇനി ശരിയാവില്ല. പാർത്തിനൊന്നും തോന്നരുത് കേട്ടോ. ഒരു മറുപടി കാത്തിക്കാതെ ചേച്ചി ഫോണിൻ്റെ കയ്യിൽ വെച്ച് തന്നു. എനിക്ക് ആദ്യമായിട്ട് ചേച്ചിയോട് ദേഷ്യം തോന്നിപ്പോയി ആ നിമിഷം. അപ്പുറത്തുനിന്ന് ഹലോ ഹലോ എന്ന് സാറ് പറയുന്നത് കേട്ടെങ്കിലും എനിക്കൊന്നും മിണ്ടാനേ കഴിഞ്ഞില്ല. ഉള്ളിൽ കടലോളം സ്നേഹമുണ്ടെങ്കിലും അതൊന്ന് തുറന്ന് പറയാൻ കഴിയാത്ത അവസ്ഥ. അത് മരണത്തേക്കാൾ മൂർച്ചയുള്ളതാണെന്ന് അന്നേരം ഞാൻ തിരിച്ചറിയുകയായിരുന്നു. ദേ നോക്കിയ മോളെ, നിനക്ക് കല്യാണത്തിനുള്ള സാരി ആഭരണങ്ങളോ ഇതൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് വേണം എൻ്റെ കുട്ടി മണ്ഡപത്തിലേക്ക് കയറാൻ. അമ്മ മുന്നിൽ കൊണ്ടുവച്ച ഒന്നിലേക്ക് എൻ്റെ ശ്രദ്ധ പോയില്ല. ഒന്ന് നോക്ക് പെണ്ണെ, നിനക്ക് ഇഷ്ടമായോ എന്ന്. ചേച്ചി എന്നെ പിടിച്ച് നുള്ളിയപ്പോൾ താല്പര്യമില്ലാത്ത മട്ടിൽ ഞാനും നോക്കി. ഇതൊക്കെ എവിടുന്ന ഇത്രയധികം? ഞാൻ ചോദിച്ച അമ്മേൻ്റെ ശിരസിൽ തലോടി. ഒക്കെ ശരത്ത് കൊണ്ടുവന്നതാ. എല്ലാം നിന്റെ ഭാഗ്യം മോളെ. പെൺകുട്ടികളുടെ ഭാഗ്യം പെരുവഴിയിലാന്നാ ചൊല്ല്. അത് പറയുമ്പോൾ അമ്മയുടെ കണ്ണിൽ നനവൂറിയിരുന്നു. ആ ചുവന്ന പട്ടിലേക്കും തിളങ്ങുന്ന ആഭരണങ്ങളിലേക്കും നോക്കും തോറും എൻ്റെ ഹൃദയം മുറിപ്പെട്ടുകൊണ്ടിരുന്നു. കഠിനമായ വേദനയാൽ ഞാൻ അവിടെ പിടഞ്ഞ് മരിച്ചേക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു. അന്നത്തെ വിളിക്ക് ശേഷം ഒരിക്കൽ പോലും സാറിൻ്റെ ഫോൺ വിളി എന്നെ തേടിയെത്തായിരുന്നു എൻ്റെ വേദനയുടെ ആക്കം കൂട്ടി. അങ്ങോട്ടൊന്ന് വിളിക്കാൻ മനസ്സ് വെമ്പെങ്കിലും എന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന എൻ്റെ അച്ഛയുടെ സ്നേഹം വെടിഞ്ഞ് മറ്റൊരു സ്നേഹത്തെ സ്വന്തമാക്കാൻ തോന്നിയില്ല എനിക്ക്. എല്ലാവരുടെയും ചിരി മാത്രം കൊതിച്ച ഞാനെന്ന പെണ്ണിന് അവരുടെ കണ്ണീര് കൊണ്ടൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ തോന്നിയില്ലെന്ന് നേരായിരുന്നു. പെണ്ണ് സ്നേഹം പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോഴല്ല, ആണത് കണ്ടറിഞ്ഞ് ഇങ്ങോട്ട് തരുമ്പോഴാണ് സ്നേഹത്തിൻ്റെ മാധുര്യം കൂടുന്നതെന്ന് എൻ്റെ വീങ്ങിക്കെട്ടിയ മുഖം കാണുമ്പോഴെല്ലാം ചേച്ചി എന്നെ ഓർമ്മപ്പെടുത്തും. എങ്കിലും സ്നേഹം പറയാനൊരു അവസരം പോലും ഞാൻ നൽകിയില്ലല്ലോ എന്നൊരു നോവെന്നെ വീണ്ടും വീണ്ടും കൊളുത്തി വലിച്ചുകൊണ്ടിരിക്കും. എൻ്റെ മുഖത്ത് പഴയ പ്രസരിപ്പ് കാണുന്നില്ലെന്ന് എല്ലാവരും പരിഭവിക്കുമ്പോഴും ആരും എന്തേ കാരണം തിരക്കാത്തെന്ന് ഞാൻ ഈറൻമിഴികളോടെ ചിന്തിച്ചു. എൻ്റെ മുഖമൊന്ന് വാടിയാൽ പോലും ഊണും ഉറക്കവും മറക്കുന്ന എൻ്റെ അച്ഛൻ പോലെ എന്നെ കണ്ടില്ലെന്ന് നടിക്കുന്നത് എന്തേന്ന് എൻ്റെ മനസ്സ് വേദനയോടെ ഓർക്കും. ഇത്രയൊക്കെ മതി, ആരെ കാണിക്കാൻ ഈ വേഷം കെട്ടൽ? മുടിയിൽ ഇത്തിരി കൂടി മുല്ലപ്പൂ വേണമെന്ന് മാള് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കല്യാണ പെണ്ണാണെന്ന് ഇന്ന് നടക്കാൻ പോണ എൻ്റെ കല്യാണം എന്നുള്ള ബോധത്തിലേക്ക് ഞാൻ തിരിച്ചു വന്നത്. പതുക്കെ ആളുകൾ കേൾക്കും എന്ന് പതിയെ പറഞ്ഞ് ചേച്ചി എന്നെ കടുപ്പിച്ച് നോക്കിയപ്പോഴാണ് ആ പഴയ പവിയിൽ നിന്നും മറ്റൊരു പവിയായി ഞാൻ രൂപം പ്രാപിച്ചതായി എനിക്ക് തോന്നിയത്. പവിയേച്ചിക്കൊരു ഫോണ്. അമ്മ ഓടി വന്ന് മൊബൈൽ എൻ്റെ കയ്യിൽ തന്നു. സ്ക്രീനിലെ പേരാണ് എൻ്റെ ചങ്ക് വീണ്ടും പിടച്ചു. സാറാണ്. കോൾ എടുക്കുന്നതിന് മുമ്പ് ഞാൻ ചേച്ചിയോട് പറഞ്ഞു. നീ സംസാരിക്കും. അനുവാദം കിട്ടിയപ്പോൾ കോൾ എടുത്ത് ചെവിയോട് ചേർത്തു. ഹലോ. എൻ്റെ ശബ്ദം വിറച്ചു. ഇന്ന് പവിയുടെ കല്യാണമാണല്ലേ? ഞാൻ വരുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ എന്നെ ക്ഷണിക്കാതിരുന്നത്? സാറ് ചോദിച്ച് എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണോ എന്തോ ചേച്ചി എല്ലാവരെയും കുറച്ചു നേരത്തേക്ക് മുറിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ഞാൻ വെറുതെ ചോദിച്ചാലോ, ഇയാൾ ക്ഷണിച്ചില്ലേലും ഞാൻ അവിടെ വരും. അവിടുന്ന് ഒരില്ല ചോറ് എന്നുള്ള അവകാശമൊക്കെ എനിക്കും കാണില്ലേ? ഒന്നുമില്ലേലും ഒരിക്കലും ഇയാൾ ഈ പാർത്ഥൻ്റെ പെണ്ണായിരുന്നല്ലേ. എനിവേ, ഹാപ്പി മാരീഡ് ലൈഫ്. എനിക്കൊന്നും പറയാനിടതരാതെ ആള് ഫോൺ വെച്ച്. ഞാൻ ചേച്ചിയെ കെട്ടിപ്പിടിച്ച് കുറേ നേരം കരഞ്ഞ് ആ കൺമഷി മുഴുവൻ പരത്തിയില്ലോ നീ. പരന്ന കൺമഷിപ്പാടുകൾ മായച്ചുകൊണ്ട് ചേച്ചി എന്നെ ശാസിച്ചു. മണ്ഡപത്തിൽ ശരത്തിനരികെ ഇരിക്കുമ്പോഴും അറിയാതെ പോലും എൻ്റെ നോട്ടയാളിലേക്ക് പോയില്ല. പകരം മുന്നിൽ കൂടിയ ക്ഷണിക്കപ്പെട്ടവരുടെ ഇടയിൽ അത്രമേൽ പ്രിയപ്പെട്ട ഒരാൾക്ക് വേണ്ടി എൻ്റെ മിഴികൾ തേടി നടന്നു. ഓരോ മുഖവും സാറിൻ്റേതല്ലെന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ നിരാശയോടെ ഞാൻ തേങ്ങലടക്കി. മുഹൂർത്തായി, താലി കെട്ടിക്കോളൂ. അറിയിപ്പ് കാതിൽ മുഴങ്ങിയത് എൻ്റെ നെഞ്ചിലൊരു കനം വന്ന് തടസ്സം സൃഷ്ടിച്ചു. ഞാൻ ഇരുകണ്ണുകൾ ഇറുകെ ചിമ്മി ആഗ്രഹിക്കാത്ത താലിക്കൊമ്പിൽ തലകുനിച്ചു കൊടുത്തു. പെണ്ണ് കാണാൻ വന്നപ്പോഴൊന്നും നോക്കിയില്ല. ഇപ്പോഴെങ്കിലും നോട്ടെനിക്ക് തന്നുവിടറോ പവിയെ? കാതോരമായ ശബ്ദം വന്നലച്ചു. ഞാൻ ഞെട്ടലോടെ തല ഉയർത്തി നോക്കി. പാർത്ഥൻ സാറ്? ഇങ്ങനെ നോക്കി എൻ്റെ കൺട്രോള് കളയലിടും. നമുക്ക് ചുറ്റും ആളുകളുണ്ട് കേട്ടോ. കുസൃതി ചിരിയോടെ എന്നെ നോക്കി കണ്ണിറുക്കുന്നയാളെ ഞാൻ പിന്നെ വിശ്വാസം വരാതെ നോക്കിയിരുന്നു. അതെ, അതിനൊക്കെ ഇനി സമയമുണ്ട്. മുഹൂർത്തം കഴിയാൻ ഇനി 2 മിനിറ്റ് ബാക്കിയുള്ളൂ കേട്ടോ.
കാർന്നോമാരിൽ ആരോ വിളിച്ചു പറഞ്ഞപ്പോൾ അവിടമാകെ ചിരിക്ക് തിരികൊളുത്തി. ഞാൻ ചമ്മലോടെ ചുണ്ടിയടിച്ചു. എൻ്റെ സാരിൻ്റെ താലി എൻ്റെ കഴുത്തിൽ വീണിരുന്നു. ഞാൻ ഭക്തിപൂർവ്വം ആ താലിയെ തൊട്ടു. അന്ന് എൻ്റെ കഴുത്തിൽ കളിയായി കെട്ടിയ അതേ താലി ഇന്ന് സകല ദൈവങ്ങളെയും സാക്ഷിയാക്കി എൻ്റെ കഴുത്തിൽ ഇടം നേടിയിരിക്കുന്നു. നിനക്കിപ്പോഴൊന്നും വിശ്വസിക്കാൻ പറ്റണില്ല അല്ലേ പവിയെ? ചേച്ചി എന്നെ തോണ്ടി വിളിച്ച് ചിരിയോടെ ചോദിച്ചു. ഇല്ലെന്ന് ഞാൻ നിഷ്കളങ്കമായി ചുമരു വെച്ച് പറഞ്ഞു. നീ മടങ്ങി വന്ന അന്ന് രാത്രി എന്നെ പാർത്തിൽ നിന്ന് എൻ്റെ ഫോണിലേക്ക് വിളിച്ചിരുന്നു. നീ കുളിക്കാനെന്ന് പറയാനാണ് ഞാൻ ഫോണെടുത്ത്. പക്ഷേ അന്ന് നിന്റെ സാറിനോട് ചോദിച്ച് നിന്നെ അങ്ങേർക്ക് കെട്ടിച്ചു കൊടുക്കുമെന്നാ. വിവരങ്ങളൊക്കെ നിന്നോട് അച്ഛനോട് ചോദിച്ചതിന് ശേഷം പറയാമെന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു. നിന്നോട് സംസാരിച്ചപ്പോഴാണ് നിനക്കും അങ്ങനെ മോഹമുണ്ടെന്ന് മനസ്സിലായി. അതിനിടയിൽ ശരത്തിൻ്റെ ആലോചന വന്നു എന്നുള്ളത് നേരാ. പക്ഷേ ഞങ്ങൾക്ക് വലുത് നിന്റെ സന്തോഷമായിരുന്നു. അന്ന് പെണ്ണ് കാണലിൻ്റെ എല്ലാം നീ അറിയേണ്ടതായിരുന്നു. പക്ഷെ നീ പാർത്തിൻ്റെ മുഖത്തേക്ക് പോലും നോക്കാതിരുന്ന ഈ സർപ്രൈസ് ഇതുവരെ കൊണ്ടെത്തിക്കാൻ കാരണം. ഞങ്ങളുടെ ചിരിയും സന്തോഷങ്ങളും മാത്രം സ്വപ്നം കാണാൻ നിനക്ക് ഇതിലും വലുതായി ഞങ്ങൾ എന്താ മോളെ തരേണ്ടത്? ചേച്ചി പറഞ്ഞു നിർത്തിയത് എൻ്റെ മിഴികൾ നിറഞ്ഞൊഴുകി. അതിനു പക്ഷേ കണ്ണീരിൻ്റെ ഉപ്പുരസമായിരുന്നില്ല, സ്നേഹത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ മധുരമായിരുന്നു. ഇരട്ടി മധുരം. എന്നാലും ഞാൻ എത്രമാത്രം വിഷമിച്ചു എന്ന് അറിയോ സാറിന്? ഞാൻ കപട പരിഭവം നടിച്ചുകൊണ്ട് ചോദിച്ചു. എല്ലാം എനിക്കറിയാടോ. അന്ന് താൻ തിരിച്ചു വരുമ്പോൾ ഞാൻ പറഞ്ഞ അത്രയും നിന്നെ ഒരുപാട് മുറിവേൽപ്പിച്ചെന്ന് എനിക്കറിയാം. പക്ഷെ എല്ലാം മനഃപൂർവ്വമായിരുന്നു. സ്നേഹിച്ചവരെല്ലാം എൻ്റെ നാശത്തെയും സ്വത്തിനെയും മാത്രം കൊതിച്ചപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ മനസ്സായിരുന്നു. പകരം കിട്ടിയതൊക്കെ വേദനയായിരുന്നു, പേടിയായിരുന്നു. നിന്റെ സ്നേഹം ആഗ്രഹിച്ചു പോയാൽ നീയും എനിക്ക് നഷ്ടപ്പെടുമോ എന്ന പേടി. അതാ ഞാൻ. പക്ഷെ നീ തിരിച്ചു വന്നപ്പോൾ നിന്റെ സാമീപ്യം നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ മരണത്തെ വരിക്കുകയായിരുന്നു. ആ നിമിഷം ഞാൻ മനസ്സിലാക്കി, നീയില്ലാതെ എനിക്ക് നീ ജീവിതമില്ലെന്ന്, നീയാണ് എൻ്റെ ജീവിതമെന്ന്. അതും പറഞ്ഞ് സാറിനെ ഇറുകെ പുണർന്നപ്പോൾ ഞാൻ എന്നെ തന്നെ മറക്കുകയായിരുന്നു. പിന്നെ ഈ സാറ് വിളി ഇനി വേണ്ട കേട്ടോ. ഇന്നു മുതൽ നീ വെറും പെണ്ണല്ല, ഈ പാർത്തൻ്റെ പെണ്ണ, പാർത്തൻ്റെ മാത്രം പെണ്ണ്. മനസ്സിലായിടി ഉണ്ട് കണ്ണി? പ്രണയപൂർവ്വം ഏട്ടൻ എൻ്റെ ചെവിയിൽ കടിച്ചപ്പോൾ നാണത്താൽ എൻ്റെ കവിളുകൾ ചുവന്നു. അതിൽ വിരിഞ്ഞ പ്രണയ പുഷ്പങ്ങൾ ഒരു മന്ദമാരുതനെ പോൽ കവർന്നെടുക്കുമ്പോൾ ഞാൻ അറിയുകയായിരുന്നു എൻ്റെ ഏട്ടൻ്റെ നെഞ്ചിലെ ചൂട് ഈ പാർത്തൻ്റെ പെണ്ണിൻ്റേതു മാത്രമാണെന്ന്, ഈ പെണ്ണ് പാർത്തൻ്റേതു മാത്രമാണെന്ന്.